Okay. Okay. Good evening. Online audible ആണോ? ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫാമിലി എന്ന് പറയുന്ന ചാപ്റ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ സെഷൻ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്ന ക്ലാസ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്സ് നടന്നതുകൊണ്ട് ഐ കുഡിൻ കം ഹിയർ. അപ്പോൾ അതുകൊണ്ടാണ് 1 വീക്ക് ഡിലേ വന്നത്. സോ ഇന്ന് തൊട്ടിട്ട് നമുക്ക് റെഗുലർ ക്ലാസ് ആയിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ ബേസിക്കലി ഇതിൽ ഇരിക്കുന്ന പലരും ഫാമിലിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഇതിനു മുമ്പുള്ള ഡെമോ ക്ലാസ്സസ് ഒക്കെ കേട്ടിട്ടുണ്ടാവേണ്ടതാണ്. ഓൾ റൈറ്റ്. നമ്മൾ അതിനകത്തുള്ള ഇനീഷ്യൽ കുറച്ച് പോർഷൻസ് ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യം പറയും, സോ ദാറ്റ് എവരി വൺ വിൽ ബി ഓൺ ദ സെയിം പേജ്. അതിനുശേഷം നമ്മൾ മുന്നോട്ടേക്ക് ഈ ചാപ്റ്റർ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും സെറ്റാണല്ലോ? ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം. ഫാമിലി എന്താണ്? ഫാമിലി എന്നുള്ള ചോദ്യം ഞാൻ ഇതിനോടകം 2 or 3 തവണ പല ഡിഫറെൻറ്റ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് ചോദിച്ചതാണ്. എന്നാലും ഒന്നും കൂടി വെറുതെ ചോദിക്കാം. എന്താണ് ഫാമിലി? ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും കാര്യമില്ല. എന്താ ഫാമിലി? എന്താ? ഓക്കെ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ? ഫാമിലി ഈസ് കൺസിഡേർഡ് ടു ബി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ റിലേറ്റഡ് ഈദർ ത്രൂ ബ്ലഡ് ഓർ ത്രൂ മാരേജ്. ഈ ബ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് മാത്രമല്ല നോക്കുന്നത്, വി വിൽ ഓൾസോ ബി കൺസിഡറിങ് ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ അഡോപ്ഷനും എന്തിനകത്ത് വരും? ബ്ലഡ് റിലേഷൻ എന്നുള്ള ആംഗിളിൽ തന്നെ വരുന്നതായിരിക്കും. റൈറ്റ്. സി, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് വി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. ഓക്കെ, എന്താണ് ഫാമിലി, എന്താണ് വേരിയസ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി. ആൻഡ് ആസ് യു ഓൾ നോ, ഇൻ കേസ് ഓഫ് സോഷ്യോളജി നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിഫറെൻറ്റ് സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ പേപ്പർ 1 മെയിൻ ആയിട്ടുള്ള ദൗത്യം. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താലും നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ പല ഡിഫറെൻറ്റ് സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സിലൂടെ കാണാം. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഏതൊക്കെയാണ്? ഓർമ്മയുണ്ടോ? മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഓൾ ദോസ് പേഴ്സ്പെക്റ്റീവ്സ് ടുഡേ ഇൻ ദ ക്ലാസ്. ഓക്കെ, സോ നമ്മളിത് ആദ്യം ചെയ്യും. പല ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സിലൂടെ ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഫാമിലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പം വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പഴയ കാലത്തിൽ നിന്ന് ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിലേക്ക് വന്നപ്പം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, ആ മാറ്റങ്ങളിൽ ഡിഫറെൻറ്റ് തിങ്കേഴ്സിൻ്റെ വ്യൂ പോയിന്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മൾ നോക്കുക. ആൻഡ് ഫൈനലി വി വിൽ ഓൾസോ ബി ഡിസ്കസിങ് അബൌട്ട് ദ കോണ്ടംപററി ട്രെൻഡ്സ് ഇൻ ഫാമിലി. എന്താണ് കോണ്ടംപററി ട്രെൻഡ്സ് ഇൻ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാമിലിയിൽ എന്തൊക്കെ ട്രെൻഡുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, എന്തൊക്കെ രീതിയിലാണ് ഫാമിലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അല്ലേ? പുതിയ ഫോംസ് ഓഫ് ഫാമിലീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ചാപ്റ്റർ നമ്മൾ അറൗണ്ട് ഒരു 7 to 8 സെഷൻസ് എടുക്കും ടു കംപ്ലീറ്റ് ദിസ് ചാപ്റ്റർ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ചാപ്റ്റർ അത്രയും ലെങ്തി ആയതുകൊണ്ടല്ല, നമ്മൾ ആദ്യമായി സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ പല കോൺസെപ്റ്റുകളും വളരെ ബേസിക് ലെവലിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? സെറ്റാണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. When it comes to family, as we have already discussed, ഇതെന്താണ്? It's a social group who consist of a group of people who are related either through blood or by marriage. ഇനി ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണ്? ഫാമിലി is considered to be the most basic unit of society. നമ്മളൊരു സമൂഹം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബേസിക് യൂണിറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് എന്തിനാണ്? ഫാമിലിയാണ്. കാരണം ഫാമിലി ഈസ് കൺസിഡേർഡ് ടു ബി എ മിനിയേച്ചർ ഓഫ് സൊസൈറ്റി. എന്തുകൊണ്ട് മിനിയേച്ചർ ഓഫ് സൊസൈറ്റി നമ്മൾ വിളിക്കുന്നു ഫാമിലിയെ? എന്തുകൊണ്ടായിരിക്കും? ഓൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി നമ്മൾ
കാണുന്നത് ഫാമിലിയിൽ നിന്നാണ്. അത് മാത്രമല്ല, സൊസൈറ്റി എന്താണെന്നും സൊസൈറ്റിയിലുള്ള നിയമങ്ങൾ എന്താണെന്നും നമ്മൾ ആദ്യമായി പഠിക്കുന്നത് എവിടുന്നാണ്? ഫാമിലിയിൽ നിന്നാണ്, അല്ലേ? നമ്മൾ ആദ്യം തൊട്ടിട്ടേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫാമിലിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ ആണ്. എന്താണ് സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ ഓഫ് ഫാമിലി എന്ന് പറയുന്നത്? വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? ഈ പറയുന്നതാണ് സോഷ്യലൈസേഷൻ. എന്താ സോഷ്യലൈസേഷൻ? ശരിക്കും ആസ് എ ടേം നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ സോഷ്യലൈസേഷൻ ഇസ് കറക്റ്റ്, ട്രാൻസ്ഫർ ഓഫ് കൾച്ചർ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. Okay, if you want to write a definition of or an explanation of the term socialization, എന്താണ് അതിന്റെ definition or explanation? Transfer of culture from one generation to another. Okay, meaning as we have already discussed, നമ്മളെ സൊസൈറ്റിയിൽ കുറേ അധികം നോംസും വാല്യൂസും ഉണ്ട്. ഓൾറൈറ്റ്, ഈ നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് സൊസൈറ്റി നമ്മൾ ഓരോ ആൾക്കാരും പഠിച്ചത് നമ്മൾ സ്കൂളിൽ നിന്ന് കുറേയൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ആദ്യമായി നമ്മളുടെ സൊസൈറ്റിയിലുള്ള വാല്യൂസ് എന്താണ്, നോംസ് എന്താണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന എവിടുന്നാണ്? നമ്മളുടെ വീടുകളിൽ നിന്നാണ്. നമ്മളുടെ പേരൻസും നമ്മളുടെ ഫാമിലിയിലുള്ള മറ്റ് റിലേറ്റീവ്സും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്, അല്ലേ? എങ്ങനെ മുതിർന്നവരെ ബഹുമാനിക്കണം, അല്ലേ? അവരോട് എങ്ങനെ സംസാരിക്കണം, റൈറ്റ്? സമൂഹത്തിൽ നമ്മൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലേ? എന്തൊക്കെ നമ്മൾക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റും, എന്തൊക്കെ പറയാൻ പാടില്ല, ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇൻക്ലൂഡിങ് നമ്മൾ ഓരോ ആൾക്കാരും പല റിലീജിയനെ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ, അല്ലേ? ഈ റിലീജിയൻ എന്ന് പറയുന്ന സംഭവം നമ്മൾക്ക് എവിടുന്ന് കിട്ടുന്നതാണ്? ഫാമിലിയിൽ നിന്നല്ലേ? ആ റിലീജിയനിലുള്ള വേരിയസ് വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിച്വൽസും എല്ലാം നമ്മൾ എവിടുന്നാണ് പഠിക്കുന്നത്? ഫാമിലിയിൽ നിന്നാണ്. ഓക്കെ, നിങ്ങൾ ഓക്കെ. അപ്പം ഞാൻ ആദ്യത്തെ ക്ലാസ് മുതലേ പറയുന്നതാണ്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളുടെ ഓഡിയോ മ്യൂട്ട് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ പരസ്യമാവും. പിന്നെ അറിയാതെ നിങ്ങൾ എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ ഞാനത് കേൾക്കും, പിന്നെ എനിക്ക് വിഷമാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, പറ്റുന്നിടത്തോളം ഓഡിയോ മ്യൂട്ടാണെന്ന് ശ്രദ്ധിക്കുക. അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ? ഫ്ലോ പോയി. നമ്മളെ റിലീജിയസ് വിശ്വാസങ്ങൾ, അല്ലേ? നമ്മളെ റിലീജിയസ് റിച്വൽസ്. നിങ്ങളിപ്പോൾ ആലോചിക്കുക, നിങ്ങൾ ജനിച്ച ആ ഫാമിലി ആ പെർട്ടിക്കുലർ റിലീജിയൻ ഫോളോ ചെയ്യുന്നത് കൊണ്ടല്ലേ നിങ്ങളും ആ റിലീജിയനിലായത്, അല്ലേ? നിങ്ങൾക്കൊരു കോളിംഗ് കിട്ടിയിട്ട് സെലക്ട് ചെയ്തതാണോ? അല്ല. അപ്പം എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ഫോളോ ചെയ്യുന്നത്. അപ്പം ആ ഒരു ആംഗിൾ നോക്കുക. ഇനി ഈ ഒരു ബേസിസിൽ തന്നെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോ സൊസൈറ്റി തമ്മിലുള്ള ഡിഫറൻസസും, അല്ലേ? ഇപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിന്ന് നമുക്ക് എടുക്കാം, ഒരു വെസ്റ്റേൺ സൊസൈറ്റി എടുക്കാം. നമ്മളിവിടെയുള്ള സൊസൈറ്റിയുടെ വാല്യൂസും നോംസും വെസ്റ്റേൺ സൊസൈറ്റിയിലുള്ള വാല്യൂസും നോംസുമായിട്ട് ഡിഫറെൻ്റ് അല്ലേ, അല്ലേ? അതെങ്ങനെ ഇന്ത്യൻ സൊസൈറ്റിക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു? ഫാമിലി ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് നടത്തുന്നത് വഴി ആ സമൂഹത്തിലുള്ള വാല്യൂസ് ആൻഡ് നോംസ് അടുത്ത ജനറേഷന് പകർന്നു കൊടുക്കുന്നു. അത് അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, അല്ലേ? ഇപ്പം ഞാൻ തന്നെ ഇതിന് മുന്നേ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പുറത്ത് ജനിച്ചു വളർന്ന കുട്ടികൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു അല്ലെങ്കിൽ കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇനീഷ്യലി അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അല്ലേ? എന്തുകൊണ്ടായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് ബുദ്ധിമുട്ടുകൾ വരുന്നത്? ബിക്കോസ് അവരുടെ സോഷ്യലൈസേഷനിൽ ഫാമിലിനെ എന്തുകൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും? അവർ ജനിച്ചു വളർന്ന രാജ്യത്തെ നോംസ് ആൻഡ് വാല്യൂസും കൂടി ഫാമിലി പകർന്നു കൊടുക്കാൻ നോക്കും, അല്ലേ? ഇപ്പം ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ US ആണെങ്കിൽ എൻ്റെ സോഷ്യലൈസേഷനിൽ US കൾച്ചറും US നോംസും വാല്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ? ബിക്കോസ് ആ സമൂഹത്തിൽ എനിക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ പേരൻസ് അതെനിക്ക് പകർന്നു തന്നേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് വരുമ്പം ഇവിടുത്തെ നോംസ് ആൻഡ് വാല്യൂസുമായിട്ട് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും അവരെന്ത് ചെയ്യും? ഫേസ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം ഈ പറയുന്ന സോഷ്യൽ ഡിഫറൻസസ്, സൊസൈറ്റൽ ഡിഫറൻസസ് അടക്കം എവിടെ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ചെറിയൊരു ടേം ആണെങ്കിലും വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ത്? സോഷ്യലൈസേഷൻ. ഈവൻ നിങ്ങളിപ്പം വേറൊരു കാര്യം ആലോചിക്കാം, ഈ സോഷ്യലൈസേഷനിൽ നല്ല കാര്യങ്ങൾ മാത്രമാണോ ട്രാൻസ്ഫർ ആവുന്നത്? അല്ല, ഇതൊരു ന്യൂട്രൽ സാധനമാണ്, ഇതിനെ കൂടി എന്തും ട്രാൻസ്ഫർ ആവും. ഇതിലേ കൂടി ട്രാൻസ്ഫർ ആവുന്ന ഒരു ഇന്ന് നമ്മൾ സൊസൈറ്റിയിൽ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സംഭവം എന്താണ്? പാട്രിയാർക്കി, അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സോഷ്യലൈസേഷനിലൂടെയാണ് ശരിക്കും എന്തും സോഷ്യലൈസ്ഡ് ആവുന്നത്.
ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള റോൾസും ജെൻഡർ നോംസും എന്ത് ചെയ്യുന്നത് സൊസൈറ്റിയിൽ ട്രാൻസ്ഫർ ആവുന്നത്. അതുകൊണ്ടാണ് പാട്രിയാർക്കി ആൻഡ് ജെൻഡർ ഇക്വാളിറ്റി നമുക്ക് പോസിബിൾ ആവണമെങ്കിൽ നമ്മൾ അത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം? ഇപ്പൊ ഈ വളർന്നു വലുതായ ആൾക്കാരിൽ മാറ്റം വരുത്തുന്നതിനേക്കാളും കൂടുതൽ എളുപ്പം എവിടെ മാറ്റം വരുത്തുന്നതാണ്? നെക്സ്റ്റ് ജനറേഷനിൽ മാറ്റം വരുത്തുന്നതാണ്. ബിക്കോസ് അവരുടെ സോഷ്യലൈസേഷനിൽ ഒരു ജെൻഡർ ന്യൂട്രൽ സോഷ്യലൈസേഷൻ ആണെങ്കിൽ പാട്രിയാർക്കിയും പാട്രിയാർക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊസൈറ്റിയിൽ നിന്ന് ഒഴിവാക്കാം. സോ ബേസിക്കലി സോഷ്യലൈസേഷൻ ഇസ് എ ന്യൂട്രൽ ടേം. അത് പോസിറ്റീവ് ആണെന്നോ നെഗറ്റീവ് ആണെന്നോ ഇല്ല, ട്രാൻസ്ഫർ ഓഫ് കൾച്ചർ മാത്രമാണ്. ഇറ്റ് ക്യാൻ ബി ബോത്ത് പോസിറ്റീവ് ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്. ക്ലിയർ അല്ലേ? അതേപോലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഫാമിലി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതും, എന്തുകൊണ്ട് ഫാമിലി ഒരു ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി ആയി കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? റെഗുലേഷൻ ഓഫ് സെക്ഷുവൽ ബിഹേവിയർ. ഒരു സൊസൈറ്റിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണ്? ആ സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ഉണ്ടാവണം, അല്ലേ? എന്നാലല്ലേ അവിടെ ഒരു സൊസൈറ്റി ഉള്ളൂ. ഇപ്പം നമ്മളെല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ സൊസൈറ്റി ഉണ്ടോ? ഇല്ല. അപ്പം ഒരു സൊസൈറ്റി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ആ സൊസൈറ്റിയിൽ കുറേയധികം മെമ്പേഴ്സ് ഉണ്ടാവണം. എന്നാൽ ഈ മെമ്പേഴ്സ് ഉണ്ടാവുന്ന പ്രോസസ്സ്, നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ, ആ പ്രക്രിയനെ നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതെ, ഓവർ പോപ്പുലേഷൻ മാത്രമല്ല, അത് കുറച്ചും കൂടി ഒരു പോപ്പുലേഷൻ ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ആണെങ്കിലും സൊസൈറ്റിയിൽ അതിനെ കൊണ്ട് കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യത ഉള്ളത് എങ്ങനെയാ? റിസോഴ്സിന്റെ കോൺഫ്ലിക്റ്റ് ആണോ? റിസോഴ്സ് കോൺഫ്ലിക്റ്റ് വേണമെങ്കിൽ പറയാം. ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം വളരെ ബേസിക് ലെവലിൽ, നിങ്ങൾ കുറച്ചും കൂടി ഹയർ ലെവലിലാണ് ചിന്തിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉണ്ടാവുന്ന കുട്ടികളുടെ പേരൻസ് ആരാണെന്നുള്ള കാര്യം നമുക്കൊരു ഉറപ്പുണ്ടാവണം, അല്ലേ? ആ ഒരു ആംഗിളിലാണ് റിസോഴ്സസിൻ്റെ ഒക്കെ എലമെന്റ് വരുന്നത്. ഇപ്പം കുറെ കുട്ടികൾ ഉണ്ടാവുന്നു, പക്ഷെ ഈ കുട്ടികളുടെ പേരൻസ് ആരാണെന്ന്, അമ്മ ആരാണെന്ന് നമുക്ക് ഉറപ്പിക്കാം, പക്ഷെ അച്ഛൻ ആരാണെന്നും കൂടി ഉറപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ലിനിയേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നുള്ളതും, അതുവഴി സൊസൈറ്റിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പല കോൺഫ്ലിക്റ്റുകളും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാനും പറ്റും. അതിനും എന്ത് വേണം? ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമല്ലേ? കാരണം നമ്മളുടെ സൊസൈറ്റി വൈഡായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന സെക്ഷൽ റിലേഷൻഷിപ്പ് എന്തിനകത്ത് മാത്രമേ പാടുള്ളൂ? മാരേജിനകത്ത് മാത്രമേ പാടുള്ളൂ. അതുവഴി എക്സ്ക്ലൂസീവ് സെക്ഷൽ പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി അതിലുണ്ടാവുന്ന കുട്ടികളുടെ ലെജിറ്റിമസി ഉറപ്പിക്കാനും ആർക്ക് പറ്റുന്നു? സൊസൈറ്റിക്ക് പറ്റുന്നു. റൈറ്റ്? അങ്ങനെ ലെജിറ്റിമസി ഉറപ്പിക്കാൻ പറ്റിയാൽ അതിൻ്റെ ഒരു ഗുണം എന്താണ്? പ്രോപ്പർട്ടി ട്രാൻസ്ഫറിൽ വലിയ എന്തുണ്ടാവില്ല? കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല, അല്ലേ? ഇന്ന ആളുടെ മക്കൾ, അപ്പോൾ ആ ആളുടെ സ്വത്തുക്കളൊക്കെ ആർക്ക് പോകണം? ആ പേഴ്സന്റെ മക്കൾക്ക് പോകണം. റൈറ്റ്? ഇനി ഒരു കുട്ടിയെ 2-3 പേരൻസ് വന്നിട്ട് എന്ത് ചെയ്യില്ല? ക്ലെയിം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. റൈറ്റ്? കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമ്മളുടെ സൊസൈറ്റിയിൽ പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനും എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? ഫാമിലിയും ആ ഫാമിലിനകത്തുള്ള എക്സ്ക്ലൂസീവ് സെക്ഷൽ റിലേഷൻഷിപ്പും എന്താണ്? ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഫാമിലി ആയിട്ട് എന്ത് പറയുന്നത്? സെക്ഷൽ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുക. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? So basically we have to understand that when it comes to a family, it is considered to be the most basic unit because of ഈ പറഞ്ഞ 2 reasons. One is socialization function, second is regulation of sexual behavior. ഇത് രണ്ടും ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? Now ഇനി when it comes to family, നമ്മൾ എപ്പോഴും ഫാമിലി റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുമ്പം 2 രീതിയിലുള്ള റിലേഷൻസ് ആണ് ഒരു വ്യക്തിക്ക് ഫാമിലി റിലേറ്റ് ആയിട്ട് ഉണ്ടാവാൻ പോകുന്നത്. ഒന്നാണ് എഫിനൽ റിലേഷൻസ് എന്ന് പറയും. ഈ എഫിനൽ റിലേഷൻ എന്ന് പറയുന്നത്, ഈ ടേം കുറച്ച് ഒരു ടെക്നിക്കൽ ടേം ആണെന്നേ ഉള്ളൂ. എന്തായിരിക്കും എഫിനൽ റിലേഷൻ എന്ന് പറയുന്നത്? മാരേജ് ത്രൂ ഉള്ള റിലേഷൻഷിപ്സിന് നമ്മൾ വിളിക്കുന്നതാണ് എഫിനൽ റിലേഷൻസ് എന്ന് പറയുന്നത്. മീനിങ്, ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പൗസിൻ്റെ അച്ഛനമ്മ, അല്ലേ, നിങ്ങളുടെ സ്പൗസിൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇതൊക്കെ നിങ്ങളുടെ ആരായി മാറും? നിങ്ങളുടെയും റിലേറ്റീവ്സ് ആയി മാറൂലേ? ഇങ്ങനെയുള്ള റിലേറ്റീവ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എഫിനൽ റിലേറ്റീവ്സ്. ഓക്കെ, ബൈ മാരേജ് ഓർ ത്രൂ മാരേജ് ഉള്ള റിലേഷൻഷിപ്പ്. എന്നാൽ രണ്ടാമത്തെ ടൈപ്പാണ് കോൺസാങ്ഗ്യൂനിയസ് റിലേഷൻസ്. കോൺസാങ്ഗ്യൂനിയസ് റിലേഷൻസ് എന്താണ് ഈ കോൺസാങ്ഗ്യൂനിയസ് റിലേഷൻ എന്ന് പറയുന്നത്?
ബ്ലഡ് റിലേഷൻസിനെയാണ് കോൺസാങ്ക്യൂനിയസ് റിലേഷൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ദാറ്റ് നിങ്ങൾ ഈ ടെക്നിക്കൽ ടേം ഒന്ന് അറിഞ്ഞു വെക്കുക. ബിക്കോസ് നമ്മൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ദീസ് കൈൻഡ് ഓഫ് ടെക്നിക്കൽ ടേംസ്, അഫിനൽ റിലേഷൻസ് ആൻഡ് കോൺസാങ്ക്യൂനിയസ് റിലേഷൻസ്. ഇനി വെൻ ഇറ്റ് കംസ് ടു ഫാമിലി, ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഫാമിലി എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഫാമിലി എന്ത് ഫങ്ഷൻസ് ആണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സൊസൈറ്റിയിൽ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ പേഴ്സ്പെക്റ്റീവ്സിലേക്ക് കടക്കാം. പേഴ്സ്പെക്റ്റീവ്സിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ഇമ്പോർട്ടൻറ്റ് പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമുക്ക് ഈ 4 പേഴ്സ്പെക്റ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. എല്ലാവരും നോട്ട് ഡൗൺ ചെയ്തോളൂ. ഇത് നമുക്ക് നിങ്ങൾ എത്ര കാലം സോഷ്യോളജി പഠിക്കുന്നുണ്ടോ അത്രയും കാലം ആവശ്യമുള്ളതാണ് ഈ പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ക്ലാരിറ്റി. ഓക്കെ, ക്ലിയർ അടിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞെന്നാൽ മതിയോ? ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്, ഓക്കെ, ഈ മുകളിലത്തെ ഇതായിരിക്കും. എല്ലാവർക്കും ബാക്കി അങ്ങോട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫങ്ഷണലിസ്റ്റ്. അത് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്, ഫങ്ഷണലിസ്റ്റ്, മാർക്സിസ്റ്റ്, ദെൻ ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്, ആൻഡ് ഫൈനലി ഇന്റർപ്രിറ്റേറ്റീവ് പേഴ്സ്പെക്റ്റീവ്. ഇന്റർപ്രിറ്റേറ്റീവ്, നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഇന്റർപ്രിറ്റേറ്റീവ് പേഴ്സ്പെക്റ്റീവ്. ഓക്കെ, സോ വിൽ ഫോക്കസ് ഓൺ ദീസ് 4. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് 1-2 പേഴ്സ്പെക്റ്റീവുകൾ കൂടി നമ്മൾ ആഡ് ചെയ്യും ടുവേർഡ്സ് ദ എൻഡ്. ഓക്കെ, നോട്ട് ഇൻ ടുഡേയ്സ് ക്ലാസ്. മുന്നോട്ടേക്ക് പേപ്പർ 1 മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടി 1-2 കൂടുതൽ പേഴ്സ്പെക്റ്റീവ്സും കൂടി പഠിക്കും. പക്ഷേ ഈ 4 പേഴ്സ്പെക്റ്റീവാണ് ഏറ്റവും മേജർ പേഴ്സ്പെക്റ്റീവ്സ് ഇൻ സോഷ്യോളജി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്. എന്താണ് ഈ ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്? എല്ലാം നല്ലതാണെന്ന് പറയുന്നത്. അതെ, ഓക്കെ. ബേസിക്കലി ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൻ്റെ ഐഡിയനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം ഞാൻ തുടക്കത്തിൽ വളരെ സിമ്പിളായിട്ട് പറയാം, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, ഈ ഫങ്ഷണലിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് ഈ സൊസൈറ്റിയിൽ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ടോ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നിലനിൽക്കുന്നത് ഈ സൊസൈറ്റിക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ സൊസൈറ്റിയിൽ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എന്തിനു വേണ്ടി എക്സിസ്റ്റ് ചെയ്യുന്നതാണ്? ഈ സൊസൈറ്റിക്ക് വേണ്ടി സർട്ടൻ പോസിറ്റീവ് ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്തായിരിക്കും ഈ പോസിറ്റീവ് ഫങ്ഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ആദ്യം തന്നെ എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? മാരേജ്, ഫാമിലി, എഡ്യൂക്കേഷൻ, റിലീജിയൻ, ഇതൊക്കെയാണ് സൊസൈറ്റിയിലുള്ള വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറയുന്നത് അല്ലേ? ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാണ് സൊസൈറ്റിക്ക് എന്ന് പറയുമ്പം ദേ മീൻ ദാറ്റ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെതായ റോൾ ഉണ്ട് ഈ സൊസൈറ്റിയെ മുന്നോട്ടേക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ ദേ ബിലീവ് ദാറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അവർ മാരേജിന് എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് പറയും? മാരേജ് ഭയങ്കര ഫങ്ഷണലാണ് സൊസൈറ്റിക്ക്. അവർ റിലീജിയൻ എടുത്താൽ പറയും റിലീജിയനും വളരെയധികം പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ എടുത്താലും അവരങ്ങനെ പറയും. ഇനി ഇതൊന്നും അല്ലാത്ത പോവർട്ടീനെ എടുത്താൽ പോലും അവരെന്ത് പറയും? പോവർട്ടി നല്ലതാണ്. ഓക്കെ, ക്രൈമിന് എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് പറയും? ക്രൈമും നല്ലതാണ്. നിങ്ങൾ എന്തൊക്കെ സാധനം അവരുടെ മുമ്പിൽ കൊണ്ടുകൊടുത്താലും അവർ പറയും എല്ലാം നല്ലതാണ്. കാരണം അവരുടെ വ്യൂ പോയിന്റിനകത്ത്
എന്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡൂയിങ് സം കൈൻഡ് ഓഫ് ഫങ്ഷൻസ് ഫോർ സൊസൈറ്റി. പോവർട്ടിയുടെ ഫങ്ഷൻ എന്തായിരിക്കും അല്ലേ? പോവർട്ടിയുടെ ഫങ്ഷൻ നമ്മളിങ്ങനെ ചിന്തിക്കും, പോവർട്ടിക്കും ഫങ്ഷനോ? നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ പറയണ്ടേ, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാധനമാണ് പോവർട്ടി അല്ലേ? അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നു 3 ഫങ്ഷൻസ് ഉണ്ട് പോവർട്ടിക്ക് മെയിൻ ആയിട്ട്. ഒന്നാമത്തെ ഫങ്ഷൻ അതെന്ത് ചെയ്യുന്നുണ്ട്? എന്താ ചെയ്യുന്നത് പോവർട്ടി? എല്ലാ ടൈപ്പ് ഓഫ് ജോബ് ചെയ്യാനും ഈ സമൂഹത്തിലെ ആളുകളെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇഫ് സപ്പോസ് ഇവിടെ പോവർട്ടി ഇല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒത്തിരി പ്രസ്റ്റീജ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ജോബ്സ് ഉണ്ടല്ലോ, സോഷ്യൽ എസ്റ്റീം കുറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് ജോബ്സ് ഉണ്ട്. ആ ജോബ്സ് ചെയ്യാൻ നമുക്ക് ആൾക്കാരെ കിട്ടുമോ? ഇല്ല. ക്ലിയർ ആണോ? അപ്പം എനി ടൈപ്പ് ഓഫ് ജോബ്സ് ചെയ്യാൻ ആളുകളെ കിട്ടുന്നതിൻ്റെ റീസൺ എന്താണ്? പോവർട്ടി. രണ്ടാമതായി അവർ പറയുന്നത് പോവർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കുറേ പുതിയ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് പോവർട്ടി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ നാട്ടിലെ സിവിൽ സർവൻസ് ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? വെൽഫെയർ പ്രോഗ്രാംസ് അല്ലേ? ഇത്രയും വലിയ ബ്യൂറോക്രസിയുടെ ആവശ്യം എന്തിനാണ്? നമുക്കിവിടെ അത്രയും അധികം വെൽഫെയർ സ്കീംസ് നടപ്പിലാക്കുന്നുണ്ട്. ഈ വെൽഫെയർ സ്കീംസ് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത്? പോർ ആയിട്ടുള്ള ആൾക്കാരെ പോവർട്ടിയിൽ നിന്ന് രക്ഷിക്കാൻ. അപ്പോൾ പോവർട്ടി ഉള്ളത് കൊണ്ട് പോവർട്ടിയിൽ നിന്ന് രക്ഷിക്കാൻ കുറേ സ്കീം നടത്തുന്നു. പോവർട്ടിയിൽ നിന്ന് രക്ഷിക്കാൻ സ്കീം നടത്തുന്നതുകൊണ്ട് ആ സ്കീം നടത്താൻ വേണ്ടി കുറെ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ജോലിക്ക് എടുക്കേണ്ടി വരുന്നു. മെയിൻലി ആരാണ്? ബ്യൂറോക്രാറ്റ്സ് അല്ലേ? അപ്പം കുറെ അധികം ബ്യൂറോക്രസീനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിലും ആ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതും ഇസ് ബിക്കോസ് ഓഫ് പോവർട്ടി. അപ്പൊ അതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ കാര്യം അവർ പറയുന്നത്, ഈ സമൂഹത്തിൽ കുറെ വാല്യൂസ് ഉണ്ടല്ലോ. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ. നമ്മൾ ചെറുപ്പത്തിൽ എല്ലാവരും നമ്മളടുത്ത് വന്നിട്ട് പറയും നന്നായി പഠിക്കണം അല്ലേ? നന്നായി പഠിച്ചാലേ രക്ഷപ്പെടുള്ളൂ. ഇത് നമ്മളെ സമൂഹത്തിന്റെ ഒരു വാല്യൂ ആണ് അല്ലേ? നിങ്ങൾ എന്നെ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ടാവില്ലേ, നന്നായി പഠിക്കുക, നന്നായി പഠിച്ചാലേ എന്തേ ഉള്ളൂ? രക്ഷപ്പെടുള്ളൂ. അപ്പൊ നമുക്ക് എന്നിട്ട് ഇവരൊരു എക്സാമ്പിൾ ആയിട്ട് ആരെങ്കിലും കാണിച്ചു തരും. ഇവരെ കണ്ടില്ലേ, പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്തത് കൊണ്ട് അവരുടെ അവസ്ഥ നോക്കുക എന്ന് പറയും അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ പോവർട്ടി ഉള്ളത് കാരണം ആ പോവർട്ടിയിലുള്ള ആൾക്കാരെ ഒരു എക്സാമ്പിളായി നമ്മളെ മുന്നിൽ കാണിച്ച് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ഫോളോ ചെയ്യിപ്പിക്കാനും ഈ സമൂഹത്തിന്റെ വാല്യൂസ് ഫോളോ ചെയ്യാനും സമൂഹം നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലേ അല്ലേ? ആ പോവർട്ടി ഉള്ളതുകൊണ്ട് ആ വാല്യൂസിന് അവർക്ക് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ലേ? പഠിച്ചിട്ടില്ലെങ്കിൽ ഇതാ ഇങ്ങനെ സംഭവിക്കും, അതുകൊണ്ട് നന്നായി പഠിച്ചോ. അപ്പൊ നമുക്കും പേടിയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും അല്ലേ? പൈസ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാവും എന്ന് പറഞ്ഞിട്ട് പൈസ സേവ് ചെയ്യാത്ത ആരെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരും. എന്നിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണിച്ചു തരും. അപ്പൊ നമുക്ക് പേടിയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പൈസ സേവ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുകളിൽ റീഇൻഫോഴ്സ് ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പോവർട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐഡിയ മനസ്സിലായോ? പക്ഷെ ഇവർ ഇതിനകത്ത് വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. പോവർട്ടി എന്ന് പറയുന്ന സാധനം ശരിക്കും ഒരു ഇൻഡിവിജ്വലിന്റെ പ്രശ്നമാണോ? അല്ല. പിന്നെ ആരുടെ പ്രശ്നമാണ്? സ്റ്റേറ്റിന്റെ മാത്രം പ്രശ്നമാണോ? കളക്റ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. പോവർട്ടി ഒരാൾ പോറാവുന്നത്, നമ്മളെ ബിൽഗേറ്റ്സിന്റെ എന്ന് പറഞ്ഞിട്ട് പണ്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ ഒരു ഒരു ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമല്ല, പക്ഷെ നിങ്ങൾ ഒരു ദരിദ്രനായി മരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എൻ്റെ ഏജിലായിരിക്കും അത് കൂടുതൽ സർക്കുലേറ്റ് ചെയ്തത്. പക്ഷെ അത് ആക്ച്വലി വളരെ തെറ്റായ, സോഷ്യോളജിക്കലി നമ്മൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് എന്താ പറയേണ്ട ഒരു കോട്ടാണത്. കാരണം എന്താ? ഒരാളെ പോറാക്കുന്നത് ആ പേഴ്സൺ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് ഒരാളെ പോറാക്കുന്നത് എന്തും കൂടിയാണ്? ഈ സമൂഹം കൂടിയാണ്. സമൂഹത്തിനേക്കാളും കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സമൂഹത്തിലുള്ള സോഷ്യൽ സ്ട്രക്ചറാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാനിത് ഇതിനു മുമ്പ് ഏതോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്നാലും എല്ലാവർക്കും വേണ്ടി ഒന്നും കൂടി പറയാം. അംബാനിയുടെ ഫാമിലിയിൽ ജനിക്കുന്ന ഒരാൾ പോറാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് പോറാവില്ല? അദാനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂസഫ് അലി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ജനിച്ച ഒരാൾ ഓക്കെ പോറാവാനുള്ള സാധ്യതകൾ വളരെ 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 കുറവാണ്. ഇല്ല നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. 0.0001 ചാൻസ് ഉണ്ടാവും അല്ലേ? കാരണം എന്താണ്? അവരുടെ കയ്യിൽ 3 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഞാൻ പോവർട്ടിനെ കുറിച്ച് പറഞ്ഞ് ആ സ്റ്റേറ്റ്മെന്റിൽ അങ്ങോട്ട് പിടിച്ച് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, 3 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ,
അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്യാപിറ്റലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്യാപിറ്റൽ, വിച്ച് ഇസ് എക്കണോമിക് ക്യാപിറ്റൽ. രണ്ടാമതാണ് സോഷ്യൽ, മൂന്നാമതാണ് കൾച്ചറൽ ക്യാപിറ്റൽ. ഓക്കെ, ഇങ്ങനെ 3 ക്യാപിറ്റൽ ഉണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കുക, വളരെ വെൽ ഓഫ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ജനിക്കുന്ന ഒരാൾക്ക് ഇറ്റ് ഈസ് ഓഫൺ സെഡ് ദാറ്റ് ഈ 3 ക്യാപിറ്റലും അവർക്ക് ഉണ്ടാവും. അപ്പം എക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ഫാമിലിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ കയ്യിലോ ഉള്ള സ്വത്ത്, അസറ്റ്സ്, ഇക്കണോമിക് റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്കണോമിക് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേതായിട്ടുള്ളത് സോഷ്യൽ ക്യാപിറ്റൽ ആണ്. എന്താണ് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? നിങ്ങൾക്കുള്ള കണക്ഷൻസ്, നിങ്ങളുടെ നെറ്റ്വർക്ക്, അല്ലേ? ബന്ധങ്ങൾ നമ്മൾ പറയില്ലേ, വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ നെറ്റ്വർക്ക്, ആ സോഷ്യൽ കണക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഷ്യൽ ക്യാപിറ്റൽ. തേർഡ് വൺ ഇസ് കൾച്ചറൽ ക്യാപിറ്റൽ. ഈ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സർട്ടൻ ഗ്രൂപ്പ്സ് എക്വയർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നോളജ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബ്രാഹ്മിൻസിന് എടുക്കാം. നമ്മളെ കാസ്റ്റ് സിസ്റ്റത്തിൽ ബ്രാഹ്മിൻസിന് ഈ 3 ക്യാപിറ്റലും ഉണ്ട്. അങ്ങനെയാണ് ഓൾഡ് കാസ്റ്റ് സിസ്റ്റത്തിനകത്ത് they had all these 3 types of capital. They had economic capital because ഏറ്റവും കൂടുതൽ ലാൻഡ് ആരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്? ബ്രാഹ്മിൻസിന്റെ കയ്യിലാണ്. They had social capital കാരണം രാജാക്കന്മാർ പോലും ആരുടെ അടുത്ത് പോവും? ബ്രാഹ്മിൻസിന്റെ അടുത്ത് പോകുന്നതുകൊണ്ട് they had social capital. And they had cultural capital കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ വേദാസ് പഠിക്കുന്നതും വേദാസിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ആ നോളജും ഈ പൂജകൾ ചെയ്യാനുള്ള സ്കില്ലും എല്ലാം ആയിരിക്കാനുള്ളത് ബ്രാഹ്മിൻസിനാണ്. ആസ് എ റിസൾട്ട് they also had cultural capital. ഈ 3 ക്യാപിറ്റൽ ഉള്ളത് കൊണ്ടാണ് ബ്രാഹ്മിൻസിന് അവരുടെ ആ പൊസിഷൻ സ്ട്രോങ് ആയി ഒരുപാട് കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയതെന്നാണ് പറയുന്നത്. അപ്പം ബ്രാഹ്മിൻസിന്റെ ആ ഡോമിനന്റ് പൊസിഷൻ ദാറ്റ് ദേ എൻജോയ്ഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഇസ് നോട്ട് ജസ്റ്റ് ദ റിസൾട്ട് ഓഫ് ആ ഒരു കാസ്റ്റ് സിസ്റ്റം എന്ന് മാത്രമല്ല, അത് മുന്നോട്ടേക്ക് പോകാൻ അവരെ ഹെൽപ്പ് ചെയ്തത് എന്താണ്? ആ കാസ്റ്റ് സിസ്റ്റത്തിനകത്തൂടെ അവർ നേടിയെടുത്ത ഈ 3 ക്യാപിറ്റലും കൂടിയാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ കാലത്തെ വളരെ വെൽ ഓഫ് ആയിട്ടുള്ള ഫാമിലീസിലുള്ള ആളുകളും എൻജോയ് ചെയ്യുന്നത്. ദേ ഹാവ് എക്കണോമിക് ക്യാപിറ്റൽ, ദേ ഹാവ് സോഷ്യൽ കണക്ഷൻസ്, ആസ് വെൽ ആസ് ദേ ഹാവ് കൾച്ചറൽ ക്യാപിറ്റൽ ഇൻ ദ ഫോം ഓഫ് നോളജ്. അല്ലേ? എങ്ങനെയാണ് നോളജ് നന്നായിട്ട് അവർക്ക് കിട്ടുന്നത്? ദേ ക്യാൻ അഫോർഡ് ടു സെൻഡ് ദെയർ ചിൽഡ്രൻ ടു ബെസ്റ്റ് സ്കൂൾസ്, അല്ലേ? ദേ ക്യാൻ അഫോർഡ് ടു സെൻഡ് ദെം ടു ഫോറിൻ യൂണിവേഴ്സിറ്റീസ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവരുടെ കൾച്ചറൽ ക്യാപിറ്റലും വളരും. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. പോവർട്ടി എന്ന് പറയുന്ന സംഭവം ഇസ് നോട്ട് എന്താണ്? ഇൻഡിവിജ്വലിസ്റ്റിക്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ സ്ട്രക്ചർ. ആ സോഷ്യൽ സ്ട്രക്ചറിലുള്ള ആർക്കൊക്കെയാണോ ഈ 3 ക്യാപിറ്റലും ഉള്ളത്, ആ ഫാമിലീസിൽ ജനിക്കുന്ന കുട്ടികൾക്ക് റിച്ച് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ ഇൻ അതർ ടേംസ് അവർ പുവർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, എന്നാൽ പറഞ്ഞോ, എന്താ ഡൗട്ട്? It is structural. It is not individualistic. Instead, it is structural in nature. Okay. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പുവർ ആയിട്ടുള്ള ഫാമിലിയിൽ ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് റിച്ച് ആവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടാവുന്നത്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക് ക്യാപിറ്റൽ ഇല്ല, സോഷ്യൽ കണക്ഷൻസ് ഇല്ല, കൾച്ചറൽ ക്യാപിറ്റൽ ഇല്ല. ആസ് എ റിസൾട്ട് അവർക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സക്സസ്സും ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ അർത്ഥം ആരും അങ്ങനെ ആവില്ല എന്നല്ല, അങ്ങനെ ആവുന്ന എക്സെപ്ഷൻസ് ഉണ്ടാവാം. പക്ഷെ ആ എക്സെപ്ഷൻസ് വെറും എന്ത് മാത്രമാണ്? എക്സെപ്ഷൻസ് മാത്രമാണ്. അതൊരു ജനറൽ കണ്ടീഷൻ അല്ല. റൈറ്റ്? നമ്മൾ ഈ റാഗ്സ് ടു റിച്ചസ് സ്റ്റോറീസ് ഒക്കെ കേൾക്കും. എന്നിട്ട് നമ്മളെ സൊസൈറ്റി എന്ത് പറയും? ആ ആൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആർക്കും അങ്ങനെ ചെയ്യാം. ആള് കഷ്ടപ്പെട്ടു, മറ്റുള്ളവരാരും കഷ്ടപ്പെടുന്നില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയും. ഏതെങ്കിലും ഒരാൾ, ലക്ഷത്തിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു കോടിയിൽ ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നോർമൽ ആണെന്ന് വിചാരിച്ച് മറ്റുള്ളവർ അങ്ങനെ ചെയ്യാത്തതിന് ആ ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നതിന് നമ്മൾ വിളിക്കുന്നതാണ് സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയും. ഓക്കെ, ആ ആ ആ ആ ആ ആ
ആ സി ഇപ്പം പറഞ്ഞ ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സോഷ്യൽ സ്ട്രക്ചറൽ ആസ്പെക്ട് അല്ലല്ലോ, വെള്ളം ഉള്ളതും വെള്ളം ഇല്ലാത്തതും. നമ്മൾ പോവർട്ടി എന്ന് പറയുന്ന സാധനം ഇപ്പം നമ്മൾ ഇങ്ങനെ ആലോചിക്കാം. ഇപ്പം ഈ സമൂഹത്തിൽ റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസ് ഇപ്പം ഞാൻ പറയുന്ന വെള്ളത്തിന്റെ കേസല്ല, പോവർട്ടിയുടെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അല്ലേ. വെള്ളത്തിന്റെ ഇപ്പോൾ ഒരാൾക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കുറെ നാച്ചുറൽ ഫാക്ടേഴ്സും കൂടി അടങ്ങിയതല്ലേ അല്ലേ. ഇപ്പം ഞാൻ ഒരുപാട് വെള്ളമുള്ള ഒരു സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ എനിക്ക് എന്തായാലും വെള്ളം കിട്ടും. അവിടെ എൻ്റെയോ അല്ലെങ്കിൽ ആ സോഷ്യൽ സ്ട്രക്ചറിൻ്റെയോ എന്തില്ല, റോളില്ല. വി ആർ ഡീലിംഗ് വിത്ത് സംതിങ് വിച്ച് ഇസ് സ്പെസിഫിക് ടു ഒരു സോഷ്യൽ സ്ട്രക്ചർ വിച്ച് ഇസ് പോവർട്ടി. ഇപ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, റൈറ്റ്. ആ റിസോഴ്സസ് ഈക്വിറ്റബിൾ ആയിട്ടല്ല ഒരു സമൂഹത്തിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. നമ്മൾ ഈ സമൂഹത്തിലുള്ള റിസോഴ്സസ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ? അല്ല, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് വരുമ്പം സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് റിസോഴ്സസ് ഉള്ള ആൾക്കാരും ഉണ്ടാവും, റിസോഴ്സസ് വളരെ കുറഞ്ഞ ആൾക്കാരും ഉണ്ടാവും, റൈറ്റ്. ഈ റിസോഴ്സസ് ഉള്ള ആളുകൾക്ക് ബിക്കോസ് ഓഫ് അവരുടെ റിസോഴ്സസും അതുവഴി അവർ ബിൽഡ് ചെയ്യുന്ന ബാക്കി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ കാരണം അവർക്ക് റിച്ച് ആയിക്കൊണ്ടേ ഇരിക്കാൻ പറ്റും. എന്നാൽ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ക്യാപിറ്റൽ ഒന്നും ഇല്ലാത്തത് കാരണം അവരുടെ ആ പൊസിഷന് അവർക്ക് ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ഈ ഒരു ബേസിസിലാണ് നമ്മൾ പറയുന്നത് പോവർട്ടിനെ നമുക്കൊരു ഇൻഡിവിജ്വൽ പ്രോബ്ലമായി കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം പോവർട്ടി പലപ്പോഴും ജനറേഷണൽ ആണ്. അച്ഛൻ പോറായിരിക്കും, അച്ചാച്ചൻ പോറായിരിക്കും, അങ്ങനെ പോറായിട്ട് വരുന്നതായിരിക്കും. ഇത് മോശമായിട്ട് പറയുന്നതല്ല, പക്ഷെ അങ്ങനെയാണ് ഇത് ജനറലി നടക്കുന്നത്. അതേപോലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ അടുത്ത് നോക്കുക, അവരും ജനറേഷണൽ ആയിട്ട് എന്തായിരിക്കും, റിച്ച് ആയിരിക്കും. ഇനി ഇവിടുന്ന് എക്സെപ്ഷൻസ് ഉണ്ടാവാം. റിച്ച് ആയിട്ടുള്ള ഒരാൾ പോറാവാം, കയ്യിലിരിപ്പുണ്ട്. അതേപോലെ പോർ ആയിട്ടുള്ള ആൾ എന്താവാം, സംടൈംസ് റിച്ച് ആവാം. പക്ഷെ അങ്ങനെ റിച്ച് ആവുന്നത് ഒരു നോർമൽ ആണെന്നും അത് ആയിരിക്കും പറ്റും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. മനസ്സിലായോ? അവർക്ക് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫേവറബിൾ ചാൻസസ് ജീവിതത്തിൽ വന്നപ്പോൾ റിച്ച് ആയതായിരിക്കാം. ഐ എം നോട്ട് സെയിങ് ഇൻഡിവിജ്വൽ എഫേർട്ടിന് ഒരു വിലയില്ല എന്നല്ല, പക്ഷെ അതിനേക്കാളും കൂടുതൽ റോൾ പ്ലേ ചെയ്യുന്ന എന്താണ്, ഈ സമൂഹത്തിന്റെ സ്ട്രക്ചറാണ്. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു സോഷ്യോളജിക്കലി നമ്മൾ ഇതിനെ കാണേണ്ട രീതി. ക്ലിയർ അല്ലേ? അതിന്റെ മനസ്സിലായല്ലോ? ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ആണ്. കാരണം നിങ്ങൾ ജനറേഷണൽ ആയിട്ട് പോവർട്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കുക. ഇപ്പം ഞാൻ വളരെ പുവർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. എനിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? രണ്ട് രീതിയിലില്ല. ഒന്ന്, പ്രൈവറ്റ് സ്കൂൾസിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. രണ്ടാമത്തത്, എൻ്റെ സ്കൂൾ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? എൻ്റെ വീട്ടിൽ പൈസ ഇല്ലാതിരിക്കുമ്പം ഞാനും എന്ത് ചെയ്യേണ്ടി വരും, എൻ്റെ പേരൻസിനെയും ഫാമിലിനെയും ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ആസ് എ റിസൾട്ട് ഞാൻ എന്തിനു പോകേണ്ടി വരും, ഏർലി ഏജിൽ തന്നെ വർക്കിന് പോകേണ്ടി വരും. ദാറ്റ് വിൽ എഫക്ട് മൈ സ്റ്റഡീസ് അല്ലേ. മൂന്നാമത്തെ കാര്യം, ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ആ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എന്തിനെ ബാധിക്കാം, കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസിനെ ബാധിക്കാം. ഇങ്ങനെ ഒരുപാട് നമ്മൾ പോലും അറിയാത്ത പല ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കാരണം ഈ സമൂഹത്തിൽ എന്തുണ്ട്, ഒരു വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി നമ്മൾ പറയും. ജനറേഷണലായിട്ട് ഇങ്ങനെ പോവർട്ടി ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. വീട്ടിൽ പൈസ ഇല്ല, അപ്പം പേരൻസിന് സ്റ്റഡീസിൽ ചിൽഡ്രനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ആസ് എ റിസൾട്ട് അവരെന്ത് ചെയ്യുന്നു, എക്സാം ഫെയിലിയർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നു. സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയാൽ എന്താ സംഭവിക്കുക, അവർക്ക് നല്ല ജോബ് കിട്ടുമോ? ഇല്ല. അവരും ലോ പേയിങ് ജോബ്സിലേക്ക് വരുന്നു. അവർ ലോ പേയിങ് ജോബ്സിൽ വരുന്നതോടെ അവരും പോവർട്ടിയിലേക്ക് ഫുള്ളായിട്ട് അകപ്പെടുകയാണ്. അവരുടെ അടുത്ത ജനറേഷനും ഇതേ സൈക്കിളിലല്ലേ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി. ഇത് ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് എന്തിൻ്റെ ഉദ്ദേശം, നമ്മളുടെ ഗവൺമെന്റ് നടത്തുന്ന വേരിയസ് വെൽഫെയർ പ്രോഗ്രാംസിന്റെ ഉദ്ദേശം. ഐഡിയ മനസ്സിലായോ? പക്ഷെ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നുണ്ട്, അത് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഐഡിയ മനസ്സിലായില്ലേ? അപ്പം നമ്മളുടെ ഫങ്ഷണലിസ്റ്റുകളിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ, ഫങ്ഷണലിസ്റ്റുകളുടെ വ്യൂ പോയിന്റിൽ അവർ ഈ വ്യൂ പോയിന്റ് ഒന്നും എടുക്കുന്ന ആൾക്കാരല്ല കേട്ടോ. അവരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സ്ട്രക്ചറിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കൂല. അവർ പറയുന്നത് പോവർട്ടി ഫങ്ഷണലാണ്, സൊസൈറ്റിക്ക് നല്ലതാണ്. അത് ആരുടെ പ്രശ്നമായിക്കോട്ടെ, പ്രശ്നം അല്ലാതെ ആയിക്കോട്ടെ, ഒരു സമൂഹത്തിൽ എന്ത് വേണം, പോവർട്ടി വേണം, എന്നാലേ ഒരു ഫണ്ണുള്ളൂ എന്നുള്ള ഒരു മൈൻഡാണ് ആർക്ക്, ഫങ്ഷണലിസ്റ്റുകൾക്കുള്ളത്. ഇനി ക്രൈമിനെ കുറിച്ച് അവർക്ക് വെച്ച് അവർ പറയും ക്രൈം നല്ലതാണ്. എന്തുകൊണ്ടാണ് ക്രൈം നന്നാവുന്നത്? എന്താണ് എന്താ അവിടെ നിന്ന് പറഞ്ഞേ? അങ്ങനെ കുറെ ക്രൈം നടക്കുമ്പം പുതിയ പുതിയ ലോ വരും
അല്ലേ? നമ്മൾ ഇതേവരെ വിൽക്കാത്ത എന്തെങ്കിലും പുതിയ സാധനം നാട്ടിൽ വന്ന് വിറ്റാൽ ആ സാധനത്തിനെ ബേസ് ചെയ്തിട്ട് എന്താവും? ലോ വരും. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, നമ്മളുടെ ലീഗൽ സിസ്റ്റത്തിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ക്രൈം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ കാര്യം, ഈ ക്രൈം എന്ന് പറയുന്നത് ബേസിക്കലി സമൂഹത്തിലുള്ള ലീഗൽ സിസ്റ്റത്തിനെയും ലോസിനെയും റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു ക്രൈം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ക്രൈം നടത്തിയ ആൾ എന്ത് ചെയ്യും? പണിഷ് ചെയ്യും. അങ്ങനെ പണിഷ് ചെയ്യുമ്പം നമ്മൾക്ക് എല്ലാവർക്കും ഒരു താക്കീതല്ലേ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പണിഷ്മെന്റ് കിട്ടും. അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യൂല. ഒരു ഡിറ്ററൻസ് ആയിട്ട് ആക്ട് ചെയ്യില്ലേ അത്. അപ്പൊ ആസ് എ റിസൾട്ട് നമുക്ക് ക്രൈമിന് എന്തായിട്ടും കൺസിഡർ ചെയ്യാം? ഒരു റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ലോസ് ഇൻ സൊസൈറ്റി ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പൊ അതും ഫങ്ഷണൽ അല്ലേ? ഇവിടെ കുറച്ചൊക്കെ ക്രിമിനൽസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ് നടക്കുള്ളൂ. ഇനി മൂന്നാമത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ക്രൈമാണ് പലപ്പോഴും എന്ത് കൊണ്ടുവരുന്നത്? സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരുന്നത്, അല്ലേ? ക്രൈം എന്ന് പറയുന്നത് എന്താ? ക്രൈമിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? എനി ആക്ട് ദാറ്റ് വിൽ അട്രാക്ട് പണിഷ്മെന്റ്, അതല്ലേ ശരിക്കും ക്രൈം. ലീഗലി ഒന്നും എഴുതി വെക്കാത്ത പുതിയ എന്തെങ്കിലും സാധനം ഞാൻ ചെയ്തു, ഞാനത് ചെയ്യുന്ന പോയിന്റിൽ അതൊരു ക്രൈമാണോ? അല്ല. അതെപ്പോഴാണ് ക്രൈമായി മാറുന്നത്? അത് ചെയ്തതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ലോ വന്നാൽ ആ ലോനെ ഞാൻ തെറ്റിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ? ക്രൈം ആവുള്ളൂ. അപ്പൊ എനിത്തിങ് ദാറ്റ് അട്രാക്ട്സ് പണിഷ്മെന്റിനെയാണ് നമ്മൾ ജനറലി ക്രൈം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ബേസിക്കലി ഗാന്ധിജി പണ്ട് ചെയ്തത് ക്രൈം അല്ലേ? അല്ലേ? എന്ത് ചെയ്തു ഗാന്ധിജി? സോൾട്ട് ലോൻ എന്ത് ചെയ്തു? തെറ്റിച്ചു, അല്ലേ? അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മൊത്തം ചെയ്തതും ക്രൈം തന്നെ അല്ലേ? പക്ഷെ ആ ക്രൈമിനെ കൊണ്ട് എന്ത് സംഭവിച്ചു? ചേഞ്ച് വന്നില്ലേ? അല്ലേ? ചെഗുവേര ചെയ്തത് ക്രൈം അല്ലേ? മണ്ടേല ചെയ്തത് ക്രൈം അല്ലേ? അപ്പൊ ഇത് ഏതോ സിനിമയിൽ പറഞ്ഞു, ഇന്നത്തെ തീവ്രവാദി നാളത്തെ ഫ്രീഡം ഫൈറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചില ക്രൈമുകൾ ചിലപ്പോൾ നാളെ എന്താവാം? അത് സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാം. അപ്പോൾ ഒരു സോഷ്യൽ ചേഞ്ചിനുള്ള ഒരു ആസ്പെക്റ്റും കൂടിയാണ് എന്ത്? ക്രൈം. ഈ കാരണങ്ങൾ കൊണ്ട് അവരെന്തിനെ പറയുന്നു? ക്രൈമിനെയും നന്നായിട്ട് പറയുന്നു. ഈ ഫങ്ഷണലിസ്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവരുടെ ഒരു സ്വഭാവം എല്ലാവർക്കും കിട്ടിയോ? അവരെന്ത് കൊടുത്താലും എന്ത് പറയും? നല്ലതാണ്. നല്ലതാണെന്ന് മാത്രമല്ല, അത് സൊസൈറ്റിക്ക് എന്താണ്? പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലുള്ള ഒരു ഐറ്റത്തെ പോലും അവരെന്ത് ചെയ്യാൻ വിടില്ല? ഒഴിവാക്കാൻ വിടില്ല. അവർ പറയുന്നത് സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. അതിനൊക്കെ അതിൻ്റെതായ എന്തുണ്ട്? ഗുണങ്ങൾ ഉണ്ട്, ഫങ്ഷൻ ഉണ്ട് എന്നാണ്. ഓക്കെ. അപ്പൊ നമ്മളിനി ഫങ്ഷണലിസ്റ്റുകളെ കുറച്ചും കൂടി ഡെപ്തിൽ പോവാം. നമുക്ക് ഇപ്പൊ ഒരു ബേസിക് ലെവലിൽ മനസ്സിലായല്ലോ. ഇനി കുറച്ചും കൂടി ഡെപ്തിൽ പോവാം. ഓക്കെ. ഫങ്ഷണലിസ്റ്റുകൾ ശരിക്കും കൺസിഡർ ചെയ്യുന്നത് ഒരു സൊസൈറ്റിയെ ഒരു സിസ്റ്റം പോലെയാണ്. സിസ്റ്റം എന്താണ്? സിസ്റ്റം എന്താ? സിസ്റ്റം എന്ന് പറയുന്നത് എൻക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ. റൂൾസ് ഉള്ളതാണ്. നമ്മൾ വളരെ ബേസിക് ആയിട്ട് ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ശരിക്കും നമ്മൾ കമ്പ്യൂട്ടറിനെ സിസ്റ്റം എന്ന് വിളിക്കാറുണ്ട്. അതെ. എന്താണ് സിസ്റ്റം നമ്മൾ ചോദിച്ചാൽ ഇവിടെ പറഞ്ഞതാണ് കറക്റ്റ്. വേരിയസ് സബ് കോമ്പണൻസ് അടങ്ങുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ഹോളിനെയാണ് നമ്മൾ എപ്പോഴും എന്ത് വിളിക്കുന്നത്? സിസ്റ്റം, അല്ലേ? നമ്മൾ ഡെസ്ക്ടോപ്പിനെ സിസ്റ്റം എന്ന് വിളിക്കാറില്ലേ? എന്തുകൊണ്ടാണ് ഡെസ്ക്ടോപ്പിനെ സിസ്റ്റം എന്ന് വിളിക്കുന്നത്? ഒരു കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെ ഉണ്ട്? CPU ഉണ്ട്, അല്ലേ? കീബോർഡ് ഉണ്ട്, മോണിറ്റർ ഉണ്ട്, മൗസ് ഉണ്ട്. ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴല്ലേ, അല്ലേ, അതൊരു ഇന്റഗ്രേറ്റഡ് ഹോൾ ആയിട്ടല്ലേ നമുക്ക് ഇതൊരു കമ്പ്യൂട്ടർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള വേരിയസ് സബ് കോമ്പണൻസ് ഉള്ള ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹോളിനെ എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? സിസ്റ്റം എന്ന് വിളിക്കാം. ഹ്യൂമൻ ബോഡിയും ശരിക്കും എന്താണ്? സിസ്റ്റമാണ്. കാരണം എന്താ? നമുക്ക് വേരിയസ് എന്തുണ്ട്? ഓർഗൻസ് ഉണ്ട്, അല്ലേ? ഈ ഓർഗൻസ് എല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് ഹോൾ ആയിരിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? നമ്മളുടെ ഹ്യൂമൻ ബോഡി പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നത്, റൈറ്റ്? അപ്പം when it comes to functionalists, they believe that society is also a system, meaning സൊസൈറ്റിയും ഇതേപോലെ വേരിയസ് സബ് കോമ്പണൻസ് ഉള്ള ഒരു സിസ്റ്റമാണ്. എന്തായിരിക്കും ഈ സൊസൈറ്റിയുടെ സബ് കോമ്പണൻസ് എന്ന് പറയുന്നത്?
ഇവിടെയുള്ള വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു സൊസൈറ്റി ആസ് എ സിസ്റ്റം നമ്മൾ പറയുമ്പം റിലീജിയൻ, ഫാമിലി, പൊളിറ്റിക്കൽ സിസ്റ്റം, അതേപോലെ എഡ്യൂക്കേഷൻ, ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റം, ഇതൊക്കെ അടങ്ങുന്ന ഒരു സിസ്റ്റമാണ് സൊസൈറ്റി. ഇതൊക്കെ അടങ്ങുന്നത് മാത്രമല്ല, ഇതൊക്കെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. എല്ലാം നിങ്ങൾക്ക്, ഞാനിവിടെ 4 എഴുതിയെന്നേ ഉള്ളൂ. ഈ സൊസൈറ്റിയുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങൾക്ക് എഴുതാം. എക്കണോമിക് സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം, റിലീജിയൻ, ഫാമിലി, എഡ്യൂക്കേഷൻ, നോ എവറിത്തിങ്, ഓൾ റൈറ്റ്, ലീഗൽ സിസ്റ്റം, ഇതൊക്കെ അടങ്ങുന്ന ഒരു ഇന്റർ റിലേറ്റഡ് ഹോളാണ്. അവരുദ്ദേശിക്കുന്ന കാര്യം, ഈ സമൂഹത്തിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരവരുടേതായ റോള് പ്ലേ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവരുടെ റോളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, കണക്റ്റഡ് ആണ്, ഇന്റർ റിലേറ്റഡ് ആണ്. ക്ലിയർ? അപ്പം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അവരുടെ ഫങ്ഷൻസ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫങ്ഷൻസുമായിട്ട് എന്താണ്, ഇന്റർ റിലേറ്റഡും കൂടിയാണ്. ഇങ്ങനെ മൊത്തത്തിൽ വളരെ കോർഡിനേറ്റഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ് അവർ എന്തിനെ കാണുന്നത്, സൊസൈറ്റിയെ കാണുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഈ സിസ്റ്റത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുകളയാൻ പാടില്ല. ബിക്കോസ് അത് വിട്ടുകളഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ മാത്രമല്ല ബാധിക്കുന്നത്, ഈ സൊസൈറ്റിയെ മൊത്തത്തിൽ എന്ത് ചെയ്യും, ബാധിക്കും. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. സൊസൈറ്റിനെ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റമായി കാണണമെങ്കിൽ അതിനൊരു എക്സാമ്പിളാണ്, COVID-19 വന്നപ്പോൾ നിങ്ങളെല്ലാവരും കോളേജിലായിരിക്കും ചിലപ്പോൾ, അല്ലേ? നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ COVID-19 വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സ്കൂളിലാണെങ്കിലും കുഴപ്പമില്ല, ഓക്കെ, എന്തായാലും സ്കൂളിലോ കോളേജിലോ ആയിരിക്കുമല്ലോ. അപ്പം മോസ്റ്റ്ലി നിങ്ങൾ അങ്ങനെ ആയിരിക്കും, അതിൽ കയറി പിടിക്കല്ലേ, സെറ്റാണല്ലോ, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം, കോവിഡ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? കോവിഡ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്, അല്ലേ? ആ അസുഖം വന്നപ്പം ഈ ഇന്റർ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സൊസൈറ്റിയിലുള്ള എല്ലാ കോമ്പണൻസിനെയും ബാധിച്ചല്ലേ? സോഷ്യൽ ഡിസ്റ്റൻസിങ് വന്നു. അപ്പൊ നമ്മളുടെ എക്കണോമിക് സിസ്റ്റം ആദ്യം തകർന്നു, അല്ലേ? എക്കണോമിക് സിസ്റ്റം തകർന്നു എന്ന് മാത്രമല്ല, ആ സോഷ്യൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് കാരണം ആളുകൾക്ക് ഒത്തുചേരാൻ പറ്റാതെയായി. ഈ എക്കണോമിക് സിസ്റ്റം മാറിയപ്പം അപ്പം തന്നെ നമ്മളെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ത് ചെയ്തു? എക്കണോമിക് സിസ്റ്റത്തിന് വേണ്ടി പാക്കേജസ് കൊണ്ടുവരാൻ തുടങ്ങി, അല്ലേ? ആത്മനിർഭർ ഭാരത് അങ്ങനെ പറഞ്ഞിട്ട് സെൽഫ് റിലയൻസിന് വേണ്ടിയിട്ടുള്ള പാക്കേജ് കൊണ്ടുവന്നു, അല്ലേ? പൊളിറ്റിക്കൽ സിസ്റ്റം മൊത്തം ആ സമയത്ത് എന്തായി? ഡിജിറ്റലായി മാറി. എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിജിറ്റലായി മാറി, അല്ലേ? ഇങ്ങനെ റിലീജിയൻ പോലും എന്തായി മാറി? ഡിജിറ്റലായി മാറി, അല്ലേ? ഈ പറയുന്ന പ്രാർത്ഥനകളൊക്കെ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യും, എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും? അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതിരിക്കുന്നത് വലിയ പാപമായി കണ്ടിരുന്നതാണ്. പക്ഷെ കോവിഡ് വന്നപ്പോൾ എന്തായി? അതിന് കുറെ ഇളവ് കൊടുത്തു, അല്ലേ? ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? കോടതി എന്തായി, അല്ലേ? കോടതിയും ഓൺലൈൻ ആവാൻ മാക്സിമം ശ്രമിച്ചു, ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാൻ. അപ്പം ഒരു കോവിഡ് എന്ന് പറയുന്ന ഒരു സാധനം ഈ സിസ്റ്റത്തിൽ ഒരു പാർട്ടിനെ എഫക്ട് ചെയ്തപ്പം ആ സിസ്റ്റത്തിലുള്ള ബാക്കി എല്ലാ പാർട്സിനും അത് എഫക്ട് ചെയ്തില്ലേ? എല്ലാ പാർട്സും അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് വരുത്തിയില്ലേ? ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഫങ്ഷണലിസ്റ്റ് പറയുന്നത്. സൊസൈറ്റി എന്ന് പറയുന്നതിനെ, ആ സൊസൈറ്റിയിലുള്ള കോമ്പണൻസിനെ ഇൻഡിവിജ്വലായി മാത്രം കാണാൻ പാടില്ല. ഇതൊക്കെ ഇന്റർ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിലുള്ള ഒരു കോമ്പണന്റിനെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? എടുത്ത് കളയാൻ പറ്റില്ല. ഇപ്പൊ നാളെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ CPU എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യോ? ഇല്ല. ഇത് ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യോ? ഇല്ല. അതേപോലെ തന്നെയാണ് ദേ കൺസിഡർ സൊസൈറ്റി. ക്ലിയർ? ഓക്കെ ആണ് എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, എന്നാലല്ലേ ക്ലിയർ ആവുള്ളൂ, അല്ലേ? ഈ സ്ട്രക്ചറൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്നത് നമുക്ക് ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാണ്. സ്ട്രക്ചറൽ എന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ ഒരു ഘടന. ആ സൊസൈറ്റിയുടെ ഘടന എന്ന് പറയുന്നത് ബേസിക്കലി ഫോം ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പം അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇറ്റ് മീൻസ് ഓൾമോസ്റ്റ് ദ സെയിം തിങ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതുവരെ ഡൗട്ട് ആയിരിക്കില്ല. ആ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരിക്കലും ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല എന്നല്ല, ജനറലി ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല. ഓക്കെ, അതായത്
ഇപ്പം ചില ആൾക്കാർ എന്ത് ചെയ്താലും ഞാൻ പണിക്ക് പോകില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വരുമ്പോൾ പോവർട്ടി വരാം. ഓക്കെ, പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെയും നമ്മൾ ഡീപ്പറായിട്ട് അതിനെ അനലൈസ് ചെയ്യുമ്പം അവരെന്തുകൊണ്ട് ജോലിക്ക് പോകാനുള്ള ആഗ്രഹം അവർക്കില്ല. അങ്ങനെ നമുക്ക് ചിന്തിച്ചൂടെ? റൈറ്റ്. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും എല്ലാം നമ്മളുടെ കൺട്രോളിലാണ്. നമ്മളങ്ങനെയല്ല എല്ലാവരും വിചാരിക്കുന്നത്, അല്ലേ? പക്ഷേ കുറെ ഇതിനർത്ഥം മറ്റെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, അങ്ങനെയല്ല കേട്ടോ. സാധനം മാറിപ്പോയി പറയുമ്പോൾ. ഏതാണ്ട് എല്ലാം നമ്മളുടെ കയ്യിലാണെന്ന് വിചാരിക്കുക. ഇൻ ദ സെൻസ് നമ്മൾ വിചാരിക്കും നമ്മളുടെ ഒരു വില്ലിനനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മളുടെ ഫ്രീ വില്ലിനനുസരിച്ചിട്ടല്ല നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുന്നത്. നിങ്ങളിപ്പം ഇന്ത്യയിലായതുകൊണ്ടും ഇവിടുത്തെ സോഷ്യൽ സിസ്റ്റത്തിനകത്ത് ഈ ഒരു ജോബിന് പ്രസ്റ്റീജ് കൊടുക്കുന്നത് കൊണ്ടുമല്ലേ നിങ്ങൾ ഈ സിവിൽ സർവീസ് പഠിക്കാനായി കഷ്ടപ്പെട്ട് ട്രിവാൻഡ്രത്ത് വന്ന് ഇവിടെ താമസിച്ച് ഈ എത്ര 7-7:30 ഇവിടെ ക്ലാസ്സിൽ വന്നിരിക്കേണ്ടത്, അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇതല്ലാത്ത, ഇപ്പൊ സപ്പോസ് സിവിൽ സർവീസസിന് ഇത്രയും പ്രസ്റ്റീജോ ഇത്രയും വലിയൊരു ഒരു ഒരു ഫാൻ ഫോളോയിങ്ങോ ഇല്ലാന്ന് വിചാരിക്കാം. ഇത് അത്ര അധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് അല്ലാന്ന് വിചാരിക്കാം. ഇങ്ങനെ ചെയ്യോ? ഇല്ല. ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് സിവിൽ സർവീസ് പഠിക്കുന്നതെന്ന് പറയുമ്പോഴും ശരിയാണ്, നിങ്ങളുടെ ബില്ലുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ആ ബില്ലിൽ എന്തിനും റോളുണ്ട്? ഈ സൊസൈറ്റിക്കും റോൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെടുക്കുന്ന എല്ലാ ചോയ്സസ്, ഇപ്പോൾ ഇവിടെ എഞ്ചിനീയറിങ്ങിന് പോയ ആൾക്കാർ എത്ര പേരുണ്ട്? ഇപ്പം കൊറോണറിന് വരും കേട്ടോ. പണ്ടൊക്കെ ക്ലാസ് മൊത്തം എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പം ഈ എഞ്ചിനീയറിങ്ങിന് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, മറ്റ് പ്രൊഫഷണൽ കോഴ്സസിന് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, ഇപ്പം ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് വളർന്നതിന് കാരണം എന്താണെന്നറിയോ? ആരാന്നറിയോ? മൻമോഹൻ സിംഗ് ആണ് നിങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് എടുക്കാനുള്ള കാരണം. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയും. നമ്മൾ ഹിസ്റ്ററിയും ബയോഗ്രഫിയും കണക്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ പഠിക്കും. വേറെ സംഭവങ്ങൾ ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ ഇത്രയും ആൾക്കാർ എഞ്ചിനീയറിങ്ങിന് പോകാൻ ഇടയാക്കിയ കാരണം എന്താണ്? എന്താണ് കാരണം? LPG റിഫോംസ് നമ്മൾ പറയുന്നു. LPG റിഫോംസ് എന്തുകൊണ്ട് കൂടുതൽ ആൾക്കാരെ എഞ്ചിനീയറിംഗിലേക്ക് അയച്ചു? ബേസിക്കലി നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് നെഹ്റുവിയൻ ഇക്കണോമിക്സ് മുതൽ ഇങ്ങോട്ടാണ്. നെഹ്റു എന്ത് തീരുമാനിച്ചു? ഒരു ക്ലോസ്ഡ് എക്കോണമി ആക്കണം തീരുമാനിച്ചു. ബിക്കോസ് നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് ആണ്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, നമ്മൾ ഇക്കോണമീനെ ഓപ്പൺ അപ്പ് ചെയ്താൽ ഒരു നിയോ കൊളോണിയലിസത്തിനുള്ള സാധ്യത ഉണ്ട്. ഈ റിച്ച് ആയിട്ടുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷൻസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ വന്ന് നമ്മളെ നാട്ടിൻ്റെ സോവറിനിറ്റീനെ അതെന്ത് ചെയ്യും? ബാധിക്കും. സോ ഹി വാണ്ടഡ് അവർ കൺട്രി ടു ബി സോവറിൻ. ആസ് എ റിസൾട്ട് പുള്ളി ഒരു ക്ലോസ്ഡ് ഇക്കണോമിക് മോഡൽ എന്ത് ചെയ്തു? ഫോളോ ചെയ്തു. ഈ ക്ലോസ്ഡ് ഇക്കണോമിക് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രൈവറ്റ് സെക്ടർ ഒത്തിരി അധികം എന്ത് ചെയ്തിട്ടില്ല? വളർന്നിട്ടില്ല. ആസ് വെൽ ആസ് പ്രൈവറ്റ് സെക്ടറിന് ഒത്തിരി അധികം റെസ്ട്രിക്ഷൻസും ഉണ്ടായി. റൈറ്റ്? ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ PSU ലെഡ് ഗ്രോത്ത്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ലെഡ് ഗ്രോത്തിലേക്ക് പോകുന്നു. മൊത്തം ഗവൺമെൻറ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നൗ റീഡ് ദിസ് വിത്ത് 1980s-ലും 1990s-ലും വിവാഹ മാർക്കറ്റിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന? ഗവൺമെൻറ് എംപ്ലോയീസിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന. കാരണം എന്താണ്? അന്ന് ഈ നാട്ടിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഗവൺമെൻറ് ജോബ് മാത്രമാണ്. നിങ്ങൾ ആലോചിക്കുക, എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അത് മാത്രമേ ജോബുള്ളൂ. അപ്പം മാരേജിൽ പോലും അതിൻ്റെ പ്രതിഫലനം കാണാം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ മുന്നോട്ടേക്ക് വരിക. അപ്പം മുന്നോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾക്ക് വേറൊരു അവസ്ഥ ഇല്ലാതിരുന്നപ്പോൾ 1990s-ലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് വന്നു. ഇന്ത്യക്ക് ഇമ്പോർട്ട്സിനെ മീറ്റ് ചെയ്യാനുള്ള റിസർവ്സ് നമ്മളെ കയ്യിലില്ല. നമ്മൾ നേരെ പോയി ആരുടെ ഡോറ് കൊട്ടി? IMF-ന്റെ ഡോറ് കൊട്ടി. IMF പറഞ്ഞു പൈസ തരാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എക്കണോമി ഓപ്പൺ ചെയ്യണം. അങ്ങനെയാണ് ശരിക്കും LPG റിഫോംസ്. അത് ആരുടെ കാലത്താണ്? മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്ററായി നിൽക്കുന്ന സമയത്താണ്, അല്ലേ? നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മലവെള്ളപ്പാച്ചിൽ പോലെ ഇവിടെ കുറേ അധികം കമ്പനീസ് വന്നു. ഇവിടെ ഇത്രയും കാലം പാമ്പേർഡായി വളർന്ന നമ്മളുടെ ഇവിടുത്തേതായ തനതായ കമ്പനികൾ, ഇവർക്കൊന്നും ഈ ഫോറിൻ കമ്പനീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? അവരുടെ ടെക്നോളജി, അവരുടെ ഇന്നോവേഷൻ, അവരുടെ പ്രൊഡക്ട്സ്, അവരുടെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ഇതൊന്നും ആർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല? നമ്മളെ കമ്പനീസിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെല്ലാവരും എന്ത് ചെയ്തു? പൂട്ടിപ്പോകാൻ തുടങ്ങി. അങ്ങനെ പൂട്ടിപ്പോയപ്പം നമ്മൾക്ക് ആകെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായ എന്ത് മാത്രമാണ്? കുറേ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള നല്ല എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് എന്നാൽ ഒരു ജോലിയും ഇല്ലാണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം 1960s-ലും 70s-ലും എഡ്യൂക്കേഷനിൽ കുറേ അധികം, ഇപ്പം REC എന്നൊക്കെ വിളിക്കുന്ന ഇന്നത്തെ NIT, അല്ലേ? പിന്നീട് IIT പോലുള്ള കോളേജസ് ഒക്കെ വന്ന് ഒരുപാട് വെൽ സ്കിൽഡ് ആയിട്ടുള്ള, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ജോബ് കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു മേഖല IT മേഖലയായിരുന്നു. കാരണം എന്താണ്? ഇതിന് മാനുഫാക്ചറിങ്ങിൻ്റെ പോലെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല.
ഇന്ത്യക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലതാനും അല്ലേ. രണ്ടാമത്തത് പുറത്തുള്ള ആളുകൾക്ക് ഈ സർവീസസ് കിട്ടണമെങ്കിൽ എത്രയാണോ ഓരോ ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് കോസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കിട്ടും. എന്നാൽ ഇന്ത്യയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഫ്രാക്ഷൻ തന്നെ എന്താണ്, വലിയ എമൗണ്ട് ആണ്. ഇതൊരു കൈൻഡ് ഓഫ് നല്ല രീതിയിലുള്ള ഒരു കോയിൻസിഡൻസ് ആയി മാറി. അങ്ങനെ IT കമ്പനീസ് ഒക്കെ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ 1991 റിഫോംസിന് ശേഷം ഇന്ത്യയിലെ മാനുഫാക്ചറിങ് സെക്ടർ തകരുകയും അഗ്രികൾച്ചർ സെക്ടർ പിന്നെ അതിന് മുന്നേ തകർന്നു. ആകെ ഓപ്പൺ അപ്പായി വന്ന ആകെയുള്ള പിടിവള്ളി എന്ത് മാത്രമായിരുന്നു, സർവീസസ് സെക്ടർ, അതിൽ തന്നെ IT ജോബ്. ആസ് എ റിസൾട്ട് എല്ലാവരും ഇപ്പം നിങ്ങൾ ആലോചിക്കുക, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണിയാണ്, കോമഡിയാണ്. നമ്മൾ എടുക്കുമ്പോൾ കുറേ ചോയ്സ് ഉണ്ട് അല്ലേ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഈ മറ്റേ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, IT ഉണ്ട്, മെക്കാനിക് ഉണ്ട്. പക്ഷേ ജോബ് അവസാനം TCSലാണ്. ഓക്കെ, എല്ലാവരും കറങ്ങിത്തിരിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തും. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ജോബ് ഉള്ളത്. അപ്പം അങ്ങനെ ജോബ് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു, ഇവിടെ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസ് വരാൻ തുടങ്ങി. മറ്റേത് രാജ്യത്തെക്കാളും കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജസ് ഇന്ത്യയിലുണ്ട്. മറ്റേത് രാജ്യത്തെക്കാളും കൂടുതൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം ഇന്ത്യ. പക്ഷെ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ ദാറ്റ്സ് സെക്കൻഡറി. പക്ഷെ ഉണ്ട്. കാരണം എന്താണ്, ഇതിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. അപ്പം നമ്മളെ സമൂഹത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ എടുക്കുന്ന പല ഡിസിഷൻസും ഈ സൊസൈറ്റിയിൽ പല കാലഘട്ടങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അതിന് മനസ്സിലായി? അപ്പം എല്ലാം നമുക്ക് എന്തിനെ വേണമെങ്കിലും അങ്ങനെ കൺസിഡർ ചെയ്യാം. ഐഡിയ മനസ്സിലായല്ലോ? ഇതാണ് ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്, ഒന്നിനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാസ്റ്റ് സോറി പിന്നെ അതായത് ഫങ്ഷണലിസ്റ്റുകളുടെ വ്യൂസ് അനുസരിച്ചിട്ട് കാസ്റ്റ് ആസ് എ സിസ്റ്റം എന്താണ്, നല്ലതാണ്. അവരൊന്നിനെയും മോശം പറയില്ലല്ലോ. ഇപ്പൊ കാസ്റ്റ് നല്ലതാണെന്ന് അവർ പറയുന്നു. കാസ്റ്റ് എങ്ങനെയാ നന്നാവുന്നത്? എങ്ങനെയാ നന്നാവുക? ട്രഡീഷണൽ വാല്യൂസ് കുട്ടികൾക്ക് ഇതാക്കി കൊടുക്കുന്നത് നല്ല വാല്യൂസാ. ഐഡന്റിറ്റി പറയാം. ഡിവിഷൻ ഓഫ് ലേബർ, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷനായിട്ട് ഫങ്ഷണലിസ്റ്റുകൾ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ? ഇവർ പറയുന്ന കാസ്റ്റ് സിസ്റ്റവും ഇന്ത്യയിലുള്ള കാസ്റ്റ് സിസ്റ്റവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവർ ശരിക്കും പറയുന്നത് വർണ്ണ സിസ്റ്റത്തെയാണ്. എന്താണ് വർണ്ണ സിസ്റ്റവും കാസ്റ്റ് സിസ്റ്റവും എന്നറിയോ? എന്താ വർണ്ണ സിസ്റ്റം? പ്രൊഫഷൻ അനുസരിച്ചിട്ട് അത് 4 വർണ്ണ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ് 4 വർണ്ണ? ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇതാണ് ശരിക്കും വർണ്ണ. കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ വർണ്ണയുടെ അകത്തുള്ള ഡിഫറെന്റ് ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ കാസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. വർണ്ണ 4 ഉള്ളെങ്കിൽ കാസ്റ്റ് എത്രയുണ്ട്? ആയിരക്കണക്കിന് കാസ്റ്റുകൾ ഉണ്ട് ഇന്ത്യയിൽ. ഓക്കെ, നൗ ഇവർ പറയുന്ന കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ശരിക്കും വർണ്ണ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ പോലെയാണ്. ദാറ്റ് ഇറ്റ് ബ്രിങ്സ് ഇന്റർ ഡിപെൻഡൻസ് ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ? ബ്രാഹ്മിൻസ് റിലീജിയസ് ഫംഗ്ഷൻസ് മാത്രം ചെയ്യുന്നു, ക്ഷത്രിയ ഗവേണൻസ് മാത്രം ചെയ്യുന്നു, വൈശ്യാസ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അഗ്രികൾച്ചർ, ട്രേഡ്, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ശൂദ്രാസ് എന്ത് ചെയ്യുന്നു? ക്ലീനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് സർവീസസ് നടത്തുന്നു. ഈ ഒരു ആംഗിൾ അവർ പറയുന്ന ഒരു സൊസൈറ്റിയിൽ പ്രോപ്പർ ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവരാനും ആ സൊസൈറ്റിയിൽ ഒരു ഇന്റർ ഡിപെൻഡൻസ്. കാരണം ബ്രാഹ്മിൻസിന് ആരുടെ സേവനങ്ങൾ ആവശ്യമുണ്ട്? ക്ഷത്രിയാസിന്റെയും വൈശ്യാസിന്റെയും ശൂദ്രാസിന്റെയും. എന്നാൽ ശൂദ്രാസിനോ? ഈ പറയുന്ന വൈശ്യാസിന്റെയും ക്ഷത്രിയാസിന്റെയും ബ്രാഹ്മിൻസിന്റെയും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ സേവനങ്ങൾ വേണം. ഈ ഒരു പോയിന്റിലാണ് ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത് കാസ്റ്റ് ഇസ് ഗുഡ്. പക്ഷേ ഇൻ റിയാലിറ്റി അത് തെറ്റാണ്. മനസ്സിലായി? ഇവർ പറയുന്ന എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല. ഇവർ പറയുന്ന കുറേയൊക്കെ തെറ്റും. ഫോർ ദാറ്റ് മാറ്റർ സോഷ്യോളജിയിൽ ഒരു ഗുണം, എല്ലാ പേഴ്സ്പെക്റ്റീവും 100% എന്തല്ല, ശരിയല്ല. 100% തെറ്റുമല്ല. ഓക്കെ, ഈ അടുത്ത് നിതിൻ രാജ് പറയുന്ന കുട്ടി സൂസൈഡ് ചെയ്തു ബിക്കോസ് ഓഫ് അതൊരു മർഡർ തന്നെ പറയാം. പലരും അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നാണ് വിളിച്ചത്. എനിക്ക് ഞാനിങ്ങനെ ആലോചിക്കാം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആരെയും ഒരു അക്കൗണ്ടബിൾ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നില്ല. കാര്യം അതൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ, ഒരു മോബ് ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു എസ്കേപ്പിസം ടാൻജന്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇത് ഇപ്പം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പോസ്റ്റ് മോഡേണിസ്റ്റിക് ആളുടെ കഥ പറയുന്നത്. ആക്ച്വലി അത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. കാര്യം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ there is nobody you can point your hand try to come out of. ആ റൂട്ട് കോസ്, റാഡിക്കൽ ആയിട്ട് ആ റൂട്ട് കോസിലേക്ക് എത്തുന്നില്ല. അപ്പം അതെങ്ങനെയാണ് അത് അഡ്രസ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും പെർസ്പെക്റ്റീവ്സ്?
ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ കേസ് നിതിൻ രാജ് എന്ന് പറയുന്ന അഞ്ചരക്കണ്ടി അല്ലേ, അവിടെ മെഡിക്കൽ കോളേജ്, അപ്പം ഡെന്റൽ കോളേജ്. അപ്പം ആ ഒരു അതിൻ്റെ മേർഡർ സൂയിസൈഡ് ആണെങ്കിൽ അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ ആണ് എന്ന് പറയുന്നു. ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതാവുന്നില്ലേ എന്നല്ലേ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിക്കണം, ഒന്നിനൊരു ലീഗൽ സൈഡ് ഉണ്ട്, വേറൊന്ന് ഒരു സോഷ്യൽ സൈഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ ലീഗൽ സൈഡിൽ എന്താ ചെയ്യുന്നത്? അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയല്ല, അതിലാരാണോ ആ പെർട്ടിക്കുലർ സൂയിസൈഡിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തത് അല്ലേ, അവരെക്കെതിരെ കേസെടുത്ത് അവരെ ശിക്ഷിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ഒരു ലീഗൽ സ്റ്റാൻഡ് പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇല്ല. അതിനകത്തുള്ള ഉത്തരവാദികളെ പിടിച്ചെന്ത് ചെയ്യുന്നു, അവരെ അക്കൗണ്ടബിൾ ആക്കുന്നു. റൈറ്റ്? അപ്പോൾ അത് അങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ ആണെന്ന് ഇതിനെ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാനാണ്. എന്താണ് ഈ സോഷ്യൽ ചേഞ്ചും ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നതും തമ്മിലുള്ള ബന്ധം? ഇഫ് യു ആർ ജസ്റ്റ് പോർട്രേയിങ് ഇറ്റ് ആസ് എ മിസ്റ്റേക്ക് ഓഫ് ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ, സമൂഹത്തിൽ മാറ്റം വരുമോ? എല്ലാവരും ആ പേഴ്സണിന് രണ്ട് തെറി പറയും, അങ്ങനെയൊന്നും ഒരു മനുഷ്യനാവാൻ പാടില്ല എന്ന് പറയും, എന്നിട്ട് കഴിഞ്ഞു അല്ലേ? പക്ഷേ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ ആണ്. ഇതിൻ്റെ കാരണം ഇവിടെ പ്രിവെയിൽ ചെയ്യുന്ന ഒരു കാസ്റ്റ് ചിന്താഗതിയാണെന്ന് പറയുമ്പം ആ ചിന്താഗതിയെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എതിർക്കുകയാണ്. അതല്ലേ കൂടുതൽ ഫാർ ഫെച്ചിങ് ആയിട്ടുള്ള ഒരു ചേഞ്ച് സൊസൈറ്റിയിൽ കൊണ്ടുവരിക. റൈറ്റ്? അപ്പോൾ ഒരു ലീഗൽ സ്റ്റാൻഡ് പോയിന്റിൽ നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് അതിനെ ഡീൽ ചെയ്യുമ്പോഴും ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ, ഒരു സോഷ്യൽ ചേഞ്ച് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പം സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ എന്ന് വിളിച്ച് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ രോഹിത് വെമുല കേസ് സിമിലർ ഒരു സംഭവമാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അവിടെ എന്താ സംഭവം? ബേസിക്കലി എന്താണ്, ഇങ്ങനെയുള്ള ഈ പറയുന്ന ലോവർ കാസ്റ്റ് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഇൻ എഡ്യൂക്കേഷനെ അഡ്രസ്സ് ചെയ്യാനാണ്. അതൊരു ഇൻഡിവിജ്വൽ ഒരു പ്രൊഫസറിൻ്റെയോ അവിടുത്തെ ഏതെങ്കിലും ഒരു മാനേജറിൻ്റെയോ ഒരു കുറ്റം മാത്രമായി അതിനെ ഒതുക്കാതെ അതൊരു ഓവറോൾ കാസ്റ്റ് ചിന്താഗതിയുടെയും കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ്റെയും ഒരു എക്സാമ്പിളായി ഹൈലൈറ്റ് ചെയ്ത് ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ മനസ്സിലായോ? ഈ സെയിം സംഭവം തന്നെയാണ് ഇപ്പം നമ്മൾ ഡൽഹി ഗാങ് റേപ്പ് കേസ് 2012, അവിടെ ആ കുറ്റവാളികളുടെ മാത്രം പ്രോബ്ലം ആയിട്ടാണോ അതിനെ കൺസിഡർ ചെയ്യുന്നത്? അല്ല അല്ലേ? അത് സൊസൈറ്റിയുടെ മൊത്തം ഒരു പാട്രിയാർക്കൽ വ്യൂവിനെ ആണ് കുറ്റപ്പെടുത്തിയത്. അവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലല്ലേ കൺസിഡർ ചെയ്യുന്നത്. വൈ? ബിക്കോസ് അങ്ങനെ ആകുമ്പോഴേ ആ ചിന്ത മാറുള്ളൂ, ഫാർ ഫെച്ചിങ് റിസൾട്ട്സ് വരുള്ളൂ. ക്ലിയർ അല്ലേ? ഇതാണ് അതിൻ്റെ ഒരു സോഷ്യോളജിക്കൽ ആംഗിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാസ്റ്റ് ആസ് എ സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് ആണ്. പക്ഷെ അത് ഇൻഡിവിജ്വലിസ്റ്റിക് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ശരിക്കും അതൊക്കെ സ്ട്രക്ചറലാണ്. ഇപ്പം നമ്മളെ സോഷ്യലൈസേഷനിലല്ലേ നമുക്ക് ഈ കാസ്റ്റ് ചിന്താഗതി കിട്ടുന്നത്. ഇതൊക്കെ ഒരു പരിധി വരെ കുറേ കാര്യങ്ങൾ സ്ട്രക്ചറലായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഐഡിയ മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയാണ് ഒരു കാര്യം. ഇപ്പം ഫങ്ഷണലിസ്റ്റുകളിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത് എന്താണ്? എല്ലാ സാധനങ്ങളും ഇന്റർ റിലേറ്റഡ് ആണ്, ഫങ്ഷണലാണ്, ഒന്നിനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇതാണ് അവരുടെ വ്യൂ എന്തിനെ കുറിച്ചെടുത്താലും. നമ്മളിപ്പോൾ കുറേ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി അടുത്തത് നമുക്ക് ആരെ പറയാം? മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറയാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തിയറിയാണ് മാർക്സിൻ്റെ തിയറി ആയിട്ട് പറയുന്നത്. ബിക്കോസ് അത് ഉണ്ടാക്കിയ ഈ ലോകത്തുണ്ടാക്കിയ ചലനങ്ങൾ. ഓക്കെ, ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. പുള്ളിയുടെ തിയറി അത്രയും അധികം എഫക്റ്റീവാണ്. അതിനെക്കുറിച്ച് എഫക്റ്റീവ് എന്നല്ല, അത്രയും അധികം പോപ്പുലറാണ്. ഓക്കെ, പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത്, പൊളിറ്റിക്കൽ തോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എക്കണോമിക് തോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളെയും തൊട്ട ഒരു പെർട്ടിക്കുലർ തിയറിയാണ് പുള്ളിയുടെ തിയറി ഇൻ നട്ട്ഷെൽ. ഓക്കെ, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഈ തിയറി അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, പാവം ഗോവിന്ദൻ മാഷ് കുറേ കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പാർട്ടി ക്ലാസ്സിന് പോയിട്ടില്ലെങ്കിൽ സോഷ്യോളജി ക്ലാസ്സിനെങ്കിലും ഇരിക്കണം. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അക്കോർഡിംഗ് ടു മാർക്സ്, സൊസൈറ്റിക്ക് ഒരു ബേസ് ഉണ്ട്, അതേപോലെ ഒരു സൂപ്പർ ബേസ് സ്ട്രക്ചറും ഉണ്ട്. ഓക്കെ, ഒരു സൂപ്പർ സ്ട്രക്ചറും ഉണ്ട്. ഈ ടേം ഒന്നും കേട്ടിട്ട് പേടിക്കണ്ട, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ബേസ് സ്ട്രക്ചർ ഉണ്ട്. ഞാനോ? അല്ല,
എഞ്ചിനീയറിംഗ് ആയിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, ഒരു ബേസ് സ്ട്രക്ചർ ഉണ്ട്, സൂപ്പർ സ്ട്രക്ചറും ഉണ്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു മാർക്സ് ഇത് നമ്മളൊരു വീടായിട്ട് സങ്കല്പിക്കുക. പുള്ളിയുടെ തിയറിയെ ഒരു വീടിന്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനമാണ് പുള്ളി ബേസ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത് അല്ലെ. എല്ലാ വീടിനും ഫൗണ്ടേഷൻ അല്ലേ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതാണ് പുള്ളിയുടെ ബേസ് സ്ട്രക്ചർ. അതിന്റെ മുകളിൽ നമ്മൾ കെട്ടുന്ന സ്ട്രക്ചറിനെയാണ് പുള്ളി എന്ത് വിളിക്കുന്നത്? സൂപ്പർ സ്ട്രക്ചർ. അക്കോർഡിംഗ് ടു ഹിം എല്ലാ സൊസൈറ്റിയുടെയും ബേസ് സ്ട്രക്ചർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അവിടുത്തെ ഇക്കണോമിക് സിസ്റ്റമാണ് ഓർ ഇക്കോണമിയാണ്. ഓക്കെ, ബേസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ബേസ്, അടിത്തറ, അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഇക്കണോമിക് സിസ്റ്റമാണ്. മീനിങ് നിങ്ങളിങ്ങനെ ആലോചിക്കാം, മാർക്സ് പറയാണ് ഒരു സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളെയും ഡിറ്റർമൈൻ ചെയ്യുന്നതും അവിടുത്തെ ഇക്കണോമിക് സിസ്റ്റമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആ സമൂഹത്തിൽ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ ഇക്കണോമിക് സിസ്റ്റമാണ്. നമ്മളെ നാട്ടിൽ എഞ്ചിനീയറിംഗ് ഇത്രയും അടിപൊളിയായത് എന്തുകൊണ്ടാണ്? നമ്മളെ ഇക്കണോമിക് സിസ്റ്റത്തിൽ വന്ന മാറ്റങ്ങളല്ലേ. LPG റിഫോംസ് എന്ന് പറയുന്ന ഒരു ഇക്കണോമിക് മാറ്റം വന്നു, അതിനനുസരിച്ച് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയില്ലേ. കൂടുതലും എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഫഷണൽ കോഴ്സസിൽ ഫോക്കസ് ചെയ്തു. രണ്ടാമത്തെ മാർക്സ് പറയുന്നു ഒരു സ്ഥലത്തെ റിലീജിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണ്? അതും ഇക്കണോമിക് സിസ്റ്റമാണ്. ഒരു സമൂഹത്തിലുള്ള ഫാമിലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? അതും ഇക്കണോമിക് സിസ്റ്റമാണ്. ഇതിൻ്റെയൊക്കെ ഉദാഹരണം പറയാം. ഫാമിലി ആൻഡ് ഇക്കണോമിക് സിസ്റ്റം. പണ്ട് കാലങ്ങളിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഫാമിലി ടൈപ്പ് ഏതായിരുന്നു? ജോയിന്റ് ഫാമിലി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അത് അങ്ങനെ ആവാനുള്ള കാരണം എന്തായിരിക്കും? അഗ്രികൾച്ചർ. പണ്ട് കാലത്തെ മെയിൻ ആയിട്ടുള്ള ഇക്കണോമിക് ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അഗ്രികൾച്ചറൽ ആൻഡ് ഫാമിംഗ് റിലേറ്റഡ് ആണ്. ഈ അഗ്രികൾച്ചർ ആൻഡ് ഫാമിങ്ങിന് എന്താണ് ആവശ്യം? ഒരു ഫാമിലിയുടെ കയ്യിൽ അത്യാവശ്യം നല്ല ലാൻഡ് ഉണ്ടാവും. ഈ ലാൻഡിൽ വർക്ക് ചെയ്യാനുള്ള ആൾബലം ഉണ്ടാവണം, മെമ്പേഴ്സ് ഉണ്ടാവണം. അപ്പൊ എങ്ങനെ താമസിക്കുന്നതാണ് ബെറ്റർ? നമ്മൾ കൂട്ടമായിട്ട് ഒരു ജോയിന്റ് ഫാമിലി ആയിട്ട് താമസിക്കുന്നതാണ് ബെറ്റർ. സോ ദാറ്റ് എല്ലാവരുടെയും ലേബറിനെ നമുക്ക് ആ ലാൻഡിൽ ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാം അല്ലേ. എന്നിട്ട് മാർക്സിന്റെ തിയറിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം, ഈ ഒരു അഗ്രികൾച്ചറൽ ബേസ്ഡ് സൊസൈറ്റിയിൽ നിന്ന് നമ്മളൊരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പഴയ പോലെ ഇൻഡസ്ട്രിയൽ ജോബ്സ് വന്നപ്പം പഴയ പോലെ ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരേ ജോബാണോ? അല്ല. എല്ലാവർക്കും ഒരേ സ്ഥലത്താണോ ജോബ് കിട്ടുക? അല്ല. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? പല ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി, പല സിറ്റീസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിച്ചു? ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ഫാമിലി ടൈപ്പ് എന്തായി മാറി? ന്യൂക്ലിയർ ഫാമിലിയായി മാറി. ഇപ്പൊ മാർക്സിയൻ വ്യൂ പോയിന്റ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ആ ട്രാൻസിഷൻ അതൊരു നാച്ചുറൽ ട്രാൻസിഷൻ ആണോ? അല്ല, മറിച്ച് എന്താണ്? ട്രാൻസിഷൻ ബേസ്ഡ് ഓൺ ചേഞ്ചസ് ഇൻ ദ എക്കണോമിക് സിസ്റ്റം. ഇപ്പൊ മാർക്സ് പറഞ്ഞ കറക്റ്റ് അല്ലേ? എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്താണ്? എക്കണോമിക് സിസ്റ്റം ആണ്. ഭൂലോകത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ മാർക്സ് പറയാണ് ഭൂലോകത്തിന്റെ സ്പന്ദനം എന്തിലാണ്? എക്കണോമിക്സിലാണ്. പുള്ളി അതേപോലെ പറയുന്ന ഒരു സംഭവമാണ്, ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെയും ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? എക്കണോമിക് സിസ്റ്റം. കാരണം എന്താണ്? ഇവിടെ ഓരോ രാജ്യങ്ങൾ അവരുടെ സ്റ്റേറ്റും ഗവൺമെന്റും എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്നത് ആരെയാണ്? അവിടുത്തെ റിച്ച് ആയിട്ടുള്ള ഈ പറയുന്ന ഇക്കണോമിക്കലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ അല്ലേ. ഇപ്പൊ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുമ്പോൾ ആയിരിക്കാം കൂടുതൽ ഗുണം? ഈ പറയുന്ന ഓൺടർപ്രണറിയൽ ക്ലാസ്സസിനല്ലേ, ബിസിനസ് ക്ലാസ്സിനല്ലേ. അപ്പൊ ലൈക്ക് വൈസ് most of the decisions taken by the state or government according to Marx എന്തിനു വേണ്ടിയിട്ടാണ്? To favor the capitalist. അതേപോലെ റിലീജിയൻ അക്കോർഡിംഗ് ടു മാർക്സ് എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്? ഈ പറയുന്ന പൈസയുള്ള ആൾക്കാരുടെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയും പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയും ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ് റിലീജിയൻ എന്നാണ് മാർക്സ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ എന്താണ് മതവികാരം വ്രണപ്പെടാൻ പാടില്ല. ഓക്കെ, എല്ലാ മതങ്ങളും നമ്മൾ മാർക്സിന്റെ ഒക്കെ വ്യൂവിൽ അങ്ങനെ പറയാൻ പാടുള്ളൂ അല്ലേ. അപ്പം when it comes to Marx, according to him, ഈ ലോകത്ത് ഓക്കെ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നിലനിൽക്കുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ഹാവ്സും രണ്ടാമത്തത് ഹാവ് നോട്ട്സും. ആരാണ് ഹാവ്സ് എന്ന് പറയുന്നത്?
Who are haves? Haves ആണ് they are controlling the base structure, meaning they are those who own resources. ഇവരെ പല രീതിയിൽ നമ്മൾ വിളിക്കും. ക്യാപിറ്റലിസ്റ്റ് എന്ന് വിളിക്കും, ബൂർഷ്വാസി എന്ന് വിളിക്കും. ദോസ് ഹു ഓൺ റിസോഴ്സസ് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാവ്സ്. അല്ലേ? നമ്മൾ ബൂർഷ്വാസി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബൂർഷ്വാ മുതലാളി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ സംഭവം. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ പല രീതിയിൽ അവരെ വിളിക്കാറുണ്ട്. ഈ പറയുന്ന ഓൺ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാവ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഹാവ്സ് ഉള്ളവൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഹാവ് നോട്ട്സ്. ആരാണ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്നത്? ഒന്നും ഇല്ലാത്ത ആൾക്കാർ. അവർ നമ്മൾ വർക്കിംഗ് ക്ലാസ് എന്ന് വിളിക്കും, പ്രൊലിറ്റേറിയേറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇങ്ങനെ പല പേരുകളിലാണ് അവരറിയപ്പെടുന്നത്. വർക്കിംഗ് ക്ലാസ് എന്ന് വിളിക്കും, പ്രൊലിറ്റേറിയേറ്റ്സ് സ്പെല്ലിംഗ് പ്രൊലിറ്റേറിയറ്റ്. ഓക്കെ, കാണുന്നുണ്ടോ? നിങ്ങളോട്ട് എഴുതണോ? ഓക്കെ, സോ കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? മുകളിലോട്ട് എഴുതണോ? ഓക്കെ, ക്ലിയർ? സെറ്റ് അല്ലേ? വർക്കിംഗ് ക്ലാസ് എന്നൊക്കെ പറയാം നമ്മൾ അവരെ. ഇനി വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് ഓഫ് മാർക്സ്, ഈ പറയുന്ന ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് ഇതിൽ ആരാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് ഉണ്ടാവുക? കാരണം എന്തുകൊണ്ടാണ്? ഈ ഹാവ്സ് ആണ് ബേസ് സ്ട്രക്ചർ കൺട്രോൾ ചെയ്യുന്നത്. ഈ ബേസ് സ്ട്രക്ചർ അല്ലേ സൊസൈറ്റിയിലുള്ള ബാക്കി എല്ലാത്തിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. കാരണം ഈ സൊസൈറ്റിയിലുള്ള ബാക്കി എല്ലാം കൺസിസ്റ്റ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, അതിനകത്ത് എഡ്യൂക്കേഷൻ വരും, പൊളിറ്റിക്സ് വരും, എല്ലാം വരും. അപ്പൊ ഇതിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ബേസ് സ്ട്രക്ചർ ആണ്. ബേസ് സ്ട്രക്ചർ ആരാ കൺട്രോൾ ചെയ്യുന്നത്? ഹാവ്സ് ആണ്. സോ അവരാണ് ഏറ്റവും പവർഫുൾ. പക്ഷെ അവരെന്താണ്? ഒരു മൈനോറിറ്റി ഗ്രൂപ്പാണ്. അല്ലേ? ഒരു രാജ്യത്ത് ഇത്രയും റിസോഴ്സസ് ഉള്ള ആൾക്കാരുടെ എണ്ണം എത്രയായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പൊ മാർക്സ് പറയുന്ന ഒരു കാര്യം, ഈ ഹാവ്സ് ഹാവ് നോട്ട്സിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്? അതിൻ്റെ ഒരു കാര്യം മാർക്സ് പറയുന്നത്, എപ്പോഴും ഈ ഹാവ്സ് പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദ ഹാവ് നോട്ട്സ്. ഹാവ് നോട്ട്സ് പണിയെടുക്കുന്നതിന്, ജോലി ചെയ്യുന്നതിന് തക്കതായ കൂലി നൽകാതെ വളരെ തുച്ഛമായ കൂലി നൽകിക്കൊണ്ട് ബാക്കി അവരുടെ വേജസിനെ അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടാണ് ക്യാപിറ്റലിസ്റ്റുകൾ എങ്ങനെയാവുന്നത്? റിച്ച് ആവുന്നത്. ഇത് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് ഇന്ത്യൻ IT കമ്പനിയാണ്. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ IT കമ്പനീനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും വർക്ക് ചെയ്തതൊക്കെ ഉണ്ടോ IT കമ്പനീസിൽ? അപ്പം IT കമ്പനിയിൽ നടക്കുന്ന ഒരു സിസ്റ്റം, എസ്പെഷ്യലി ഇന്ത്യൻ IT കമ്പനീസ് എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഇൻഫോസിസ് പോലുള്ള എല്ലാം കമ്പനീസ് അവരൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിൽ കുറേ റിസോഴ്സസ്, മീനിങ് IT ഈ പറയുന്ന IT-യിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ അവർ ഹയർ ചെയ്യുന്നു. റൈറ്റ്? ഇവര് ഈ ഓരോ IT എംപ്ലോയിക്കും ഇവർ എവിടുന്നാണോ പ്രൊജക്റ്റ് എടുക്കുന്നത് ആ പ്രൊജക്റ്റിൽ ബില്ല് ചെയ്യും. റൈറ്റ്? ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് സംടൈംസ് ഞാൻ കേട്ടെടുത്തോളം ഒരു എൻട്രി ലെവലിലുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ, IT എംപ്ലോയി, ഒരു ഫ്രഷർക്കാണെങ്കിൽ പെർ അവർ അറൌണ്ട് $20 വരെയൊക്കെ എന്തായാലും ബില്ല് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. $20 to $25 പെർ അവർ. ഓക്കെ, ഇൻറ്റു ഒരു ദിവസം 8 മണിക്കൂർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ $160 to $200 ആണ് ഇവർ ആർക്ക് ചാർജ് ചെയ്യുന്നത്? ഇവരുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഈ $200 എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു റേറ്റിൽ അറൌണ്ട് 19,000 rupees വരും ഒരു ദിവസം. അല്ലേ? ഇന്നത്തെ ഒരു IT-യിലെ ഫ്രഷർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ശമ്പളം എത്രയാണ്? 20,000 rupees. മീനിങ് ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് അവർ ബില്ല് ചെയ്യുന്നത് പെർ ഡേ 19,000 ആണെങ്കിൽ ആ എംപ്ലോയിക്ക് പെർ മന്ത് അവർ കൊടുക്കുന്ന എമൗണ്ട് അറൌണ്ട് 20 to 25,000 ആണ്. അല്ലേ? അപ്പം ബാക്കി ഒരു മാസത്തെ അറൌണ്ട് ഒരു 20 വർക്കിംഗ് ഡേയ്സ് വെച്ച് നമ്മൾ കൂട്ടിയാൽ ബാക്കി 18 to 19 വർക്കിംഗ് ഡേയ്സിൽ ഇവർക്ക് കിട്ടുന്ന ഈ പൈസ ആർക്ക് പോവും? ആ IT കമ്പനിക്ക് പോവും. ഇതിനെയാണ് മാർക്സ് പറഞ്ഞ ചൂഷണം. അല്ലേ? എന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്ന ജോബ് ആക്ച്വലി വാല്യൂഡ് അറ്റ് $20 per hour or $25 per hour.
പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രമാണ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റിന് പ്രോഫിറ്റ് കിട്ടുന്നത് എങ്ങനെയാ? ഇവർ ചെയ്യുന്ന വർക്കിൽ അവർക്ക് തക്കതായ കൂലി കൊടുക്കാതെ ബാക്കി എമൗണ്ട് ഇവർ അപ്രോപ്രിയേറ്റ് ചെയ്ത് ഇവർക്ക് കൂടുതൽ പൈസ കിട്ടുന്നു. ഐഡിയ മനസ്സിലായോ? ഓക്കെ, ഇത് ശരിക്കും റിയൽ ആയിട്ട് IT കമ്പനി ഇങ്ങനെയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ഹൗ മോസ്റ്റ് ഓഫ് ദ IT കമ്പനീസ് മേക്ക് മണി. ഇന്ത്യയിലെ IT കമ്പനീസ് ആണ്, ബിക്കോസ് ദേ ഡോണ്ട് സെൽ പ്രൊഡക്ട്സ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് പോലുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്നും അവർക്കില്ല. വാട്ട് ദേ ഡു ഇസ് ഒരു കൈൻഡ് ഓഫ് മോഡേൺ ഡേ ലേബർ സപ്ലൈ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ബേസിസിലാണ് മാർക്സിയൻ തിയറി പറയുന്നത് ഹാവ്സിന് പൈസ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഹാവ് നോട്ട്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ്. സോ ഇഫ് ഹാവ്സ് എക്സ്പ്ലോയിറ്റ് ഹാവ് നോട്ട്സ്, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഹാവ് നോട്ട്സിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിരിക്കില്ലേ? ദേ വിൽ ബി ലിവിങ് ഇൻ ഒരു സബ്സിസ്റ്റൻസ് മോഡിലായിരിക്കും അവർ ജീവിക്കുക. എന്താണ് സബ്സിസ്റ്റൻസ് എന്ന് പറയുന്നത്? അവർക്ക് ആവശ്യത്തിനുള്ള മിനിമം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഉണ്ടാവും, അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ നടക്കാനുള്ള കാശ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? അത്രയും ടൈറ്റ് ആയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. ക്ലിയർ? ഇങ്ങനെ വരുമ്പം ഓട്ടോമാറ്റിക്കലി ഹാവ് നോട്ട്സിന് ആരടുത്ത് ദേഷ്യം വരും? ഹാവ്സിൻ്റെ അടുത്ത് ദേഷ്യം വരേണ്ടതല്ലേ? മാർക്സ് പറയുന്നു എന്നാ ദേഷ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും? അക്കോർഡിംഗ് ടു മാർക്സ്, ഈ പറയുന്ന ഹാവ്സ് ഈ സൂപ്പർ സ്ട്രക്ചറിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഉപയോഗിച്ച് ഈ പറയുന്ന ഹാവ് നോട്ട്സിൻ്റെ ഇടയിൽ ഒരു ഫോൾസ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഹാവ്സ് എന്ത് ചെയ്യുന്നു? അവർക്ക് മൊത്തം സൂപ്പർ സ്ട്രക്ചറിൽ കൺട്രോൾ ഉണ്ടല്ലോ. ആ സൂപ്പർ സ്ട്രക്ചറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉപയോഗിച്ച് ഹാവ് നോട്ട്സിൻ്റെ ഇടയിൽ ഫോൾസ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് സ്പ്രെഡ് ചെയ്യുന്നു. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അക്കോർഡിംഗ് ടു മാർക്സ് റിലീജിയൻ. ഓക്കെ, എങ്ങനെയാണ്? ഞാൻ ആ ടേംസ് ഒക്കെ വെറുതെ എഴുതിയിടാം. ഞങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫോൾസ് കോൺഷ്യസ്നെസ്. ഓക്കെ, എങ്ങനെയാണ് ഫോൾസ് കോൺഷ്യസ്നെസ് സ്പ്രെഡ് ചെയ്യുന്നത്? സൂപ്പർ സ്ട്രക്ചറിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിലീജിയൻ. അതാരാണ് കൺട്രോൾ ചെയ്യുന്നത്? എക്കണോമിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നവർ. ദാറ്റ് മീൻസ് ഹാവ്സ്. ഹാവ്സ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹാവ് നോട്ട്സിൻ്റെ ഇടയിൽ ഫോൾസ് കോൺഷ്യസ്നെസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ആ ഫോൾസ് കോൺഷ്യസ്നെസ് സ്പ്രെഡ് ചെയ്യുന്നത്? അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. തെറ്റായ ധാരണകൾ, മീനിങ് ഇപ്പം നമുക്ക് ഫോൾസ് കോൺഷ്യസ്നെസ് ഉണ്ട്, റൈറ്റ് കോൺഷ്യസ്നെസ് ഉണ്ട്, അല്ലേ? നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ശരിയായ രീതിയിൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ റൈറ്റ് കോൺഷ്യസ്നെസ് ഉണ്ട്, അല്ലേ? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം എന്തിപ്പം പറയാം, ഒരു ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ജനറൽ കോൺഷ്യസ്നെസ് ആയിരിക്കും ഇവിടെയുള്ള മോസ്റ്റ് ഓഫ് ദ പ്രൈവറ്റ് കമ്പനീസ്, അല്ലേ, വിച്ച് ആർ എക്സിസ്റ്റിംഗ് ഇൻ ദിസ് കൺട്രി ആസ് വെൽ ആസ് അക്രോസ് ദ ഗ്ലോബ്, അവരുടെ മെയിൻ മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ്. ഇതെന്ത് കോൺഷ്യസ്നെസ് ആണ്? റൈറ്റ് കോൺഷ്യസ്നെസ് ആണ്. Now, if suppose you believe that these companies are existing for social service, നിങ്ങളത് വിശ്വസിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ശരിയായ കാര്യം എന്താണ്? ഓൾ ദീസ് കമ്പനീസ് ആർ എക്സിസ്റ്റിംഗ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്സ്, ബട്ട് സംഹൗ യു ആർ ബിലീവിംഗ് ദാറ്റ് ദേ ആർ എക്സിസ്റ്റിംഗ് ഫോർ സോഷ്യൽ സർവീസ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കൈൻഡ് ഓഫ് ഒരു കമ്മ്യൂണിറ്റി സർവീസിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതെന്ത് കോൺഷ്യസ്നെസ് ആയിരിക്കും? ഫോൾസ്, ഫേക്ക് ഓർ തെറ്റായതാണ്, അല്ലേ? അപ്പം മാർക്സ് പറയാണ് റിലീജിയൻ എങ്ങനെ ഈ ഒരു തെറ്റായ ധാരണകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ഹിം, റിലീജിയൻ ഈ പറയുന്ന ഹാവ് നോട്ട്സിൻ്റെ ഇടയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഐഡിയാസിനെയാണ് മാർക്സ് എടുക്കുന്നത്. മാർക്സ് പറയുന്നു, അവർ പറയുന്നു ഈ ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തും, അല്ലേ? ഇവിടെ ഇവരുടെ മുന്നിലുള്ള ദുഷ്ടൻ ആരാ? ഹാവ്സ് ആണ്. അപ്പൊ ഹാവ്സ് പന പോലെ വളരുന്നുണ്ടല്ലോ, കുറെ റിസോഴ്സസ് കിട്ടുന്നുണ്ട്. അപ്പൊ റിലീജിയൻ പറയുന്നതാണ് ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുന്നു. രണ്ടാമത് എന്ത് ചെയ്യുന്നു? ദൈവം പറയാണ്
ധനികനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇവിടെ പ്രവേശിക്കാൻ പറ്റില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഈ പറയുന്ന കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ദൈവത്തിന് പ്രിയപ്പെട്ട ആളുകളാണ്. അവരെ ദൈവം എന്തിനു കഷ്ടപ്പെടുത്തുകയാണ്? അവർക്ക് ദൈവത്തിൻ്റെ അടുത്തുള്ള വിശ്വാസത്തെ പരീക്ഷിക്കാനാണ്. അപ്പൊ ദൈവത്തിന് ഇഷ്ടമുള്ളവരെയാണ് ദൈവം കഷ്ടപ്പെടുത്തുന്നത്, അല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പം ജനങ്ങൾ എന്താ വിശ്വസിക്കാൻ പോകുന്നത്? ഞാൻ കഷ്ടപ്പെടുന്ന ഈ കഷ്ടപ്പാട്, അല്ലേ, ഞാൻ അനുഭവിക്കുന്ന ഈ ദുരിതം, ഇതൊക്കെ ആരെനിക്ക് തരുന്നതാണ്? ദൈവം എനിക്ക് തരുന്നതാണ്. ഇതെന്തിനു വേണ്ടിയിട്ട് ദൈവം എനിക്ക് തരുന്നു? എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഞാൻ കൂടുതൽ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് എന്നെ കൂടുതൽ ഇഷ്ടമാണ്. ഇത് എന്തിൻ്റെ ഇൻഡിക്കേറ്റർ ആണ്? നാളെ ഞാൻ മരിച്ചാൽ ഞാൻ എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കും. ഇവിടുത്തെ ജീവിതം വേണോ, സ്വർഗത്തിലെ ജീവിതം വേണോ? ഇവിടെ വെറും ടെമ്പററി ആണ്, സ്വർഗമാണ് പെർമനന്റ്. അപ്പം ഞാൻ എന്തിനായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുക? സ്വർഗത്തിൽ. അവിടെ പോയാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പം അത് മുന്നിൽ വരും, ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വിശ്വാസം? അങ്ങനെയാണല്ലോ. വിശ്വാസത്തിന് നമ്മൾ ഒരിക്കലും എതിരല്ല, നല്ലതാണ്. പേടിയായതുകൊണ്ടാണ് ഞാനൊരു ആവേശത്തിൽ പലതും പറയും, ഭാര്യയും കുട്ടിയൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പം വിശ്വാസം നല്ലതാണ്, പക്ഷെ മാർക്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞു. ഓക്കെ, അപ്പൊ മാർക്സ് പറയാണ്, ഈ പറയുന്ന വിശ്വാസം ആൾക്കാരിൽ എന്ത് ക്രിയേറ്റ് ചെയ്യാണ്? തെറ്റായ കോൺഷ്യസ്നെസ് അല്ലേ? ഇങ്ങനെ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റലിസ്റ്റിന്റെ അടുത്തുനിന്ന് എന്ത് രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിച്ചാലും ആ പേഴ്സൺ എന്താ വിചാരിക്കുക? ദൈവത്തിന്റെ അടുത്തുള്ള, ദൈവത്തിന് എനിക്കുള്ള ഇഷ്ടമാണ്. ഇനി നമുക്ക് കഷ്ടപ്പാടില്ലാത്തപ്പോൾ അവരെന്ത് വിചാരിക്കും? പടച്ചോനെ, ദൈവത്തിന് എൻ്റെ അടുത്തുള്ള സ്നേഹം പോയോ എന്ന് വിചാരിക്കും, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുക. അപ്പൊ സഫറിങ്ങിനെ എന്താക്കി മാറ്റുകയാണ്? ഒരു വേർച്യു ആക്കി മാറ്റുകയാണ്. ആ, പറഞ്ഞോ. സെയിം ആണ്. നമുക്ക് ഇതേ രീതിയിൽ ഇതിനെ വേറൊരു ആംഗിളിൽ, ഇതിപ്പം ഒരു ക്യാപിറ്റലിസ്റ്റ് ആംഗിളിലാണ് പറയുന്നത്. ഇപ്പൊ ബ്രാഹ്മിൻസ് ഈ പൊസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി അവരും ഉപയോഗിക്കുന്നത് ഇതേപോലുള്ള ഫോൾസ് കോൺഷ്യസ്നെസ് അല്ലേ, റൈറ്റ്? അപ്പം സംഭവം എല്ലാം ഒന്നെന്നെ. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ ഒരു ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് നടത്താനുള്ള ഒരു ടൂളാണ് റിലീജിയൻ എന്നാണ് മാർക്സ് പറയുന്നത്. എന്താണ് ഈ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ്? നമ്മളുടെ ഐഡിയാസിനെ, നമ്മളുടെ തോട്ട്സിനെ എല്ലാം കണ്ടീഷൻ ചെയ്ത് ഈ പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഇൻട്രസ്റ്റിന് വേണ്ടി അതിനെ പാകപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് റിലീജിയൻ. അതിന് നമ്മൾ വിളിക്കുന്ന ഒരു ടേമാണ് ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ്. Okay, according to Marx, religion acts as an ideological conditioning device for the haves in order to spread false consciousness among the have-nots. Thereby, അതെന്താ ചെയ്യുന്നത്? ഹാവ്സിന് എതിരെ നടക്കാൻ സാധ്യതയുള്ള എല്ലാ കോൺഫ്ലിക്റ്റുകളെയും, എല്ലാ റെവല്യൂഷൻസിനെയും തടയാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആ, അതൊരു എസ്കേപ്പിസം ആവാം, അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട്ടിൽ ഇവരെ ഒരു ഗ്രിഡിൽ പോലെ മനുഷ്യന്റെ പവേഴ്സിനെ മാസുള്ളത് കൊണ്ട് അതിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. പക്ഷെ ഇവിടെ ചിലപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് റിലിജൻ ആയിരിക്കണം മാർക്സ്, അല്ലെ? മാർക്സ് ബേസിക്കലി ക്യാപിറ്റലിസത്തിൽ മാത്രം ആണ് റിലീജിയൻ ഈ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറയുന്നില്ല. എവർ സിൻസ് ദ അഡ്വെന്റ് ഓഫ് വേരിയസ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, മീനിങ് ഡിഫറെന്റ് സൊസൈറ്റീസ് ഉള്ളപ്പോഴും, അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുക, ഫ്യൂഡൽ സിസ്റ്റത്തിൽ എന്താണ് നിലനിന്നത്? ഒരു ഫ്യൂഡൽ ലോഡ് ഉണ്ട്, സെർഫുകളുണ്ട്, അല്ലേ? ഈ സെർഫിന്റെ പണി എന്താ? ലോഡിന്റെ ലാൻഡിൽ വർക്ക് ചെയ്യുക. ആ വർക്ക് ചെയ്ത് കിട്ടുന്നതിൻ്റെ 90% ഓർ മോർ ആരാ കൊണ്ടുപോകുന്നത്? ലോഡ് കൊണ്ടുപോകും. ലോഡ് എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടോ? ഇല്ല. ഭയങ്കര ലക്ഷൂറിയസ് ജീവിതമാണ്. എങ്ങനെയാ ലക്ഷറി? ഈ സെർഫ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റും എടുത്തുകൊണ്ട് പോകുന്നു, അവർ ചില്ലാക്കുന്നു. എന്നാൽ ഈ സെർഫിനോ 365 ഡേയ്സും ദുരിതവും കഷ്ടപ്പാടും വർക്കുമാണ്, അല്ലേ? ഈ സിസ്റ്റം എങ്ങനെ കുറെ കാലം നിലനിന്നു? നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആലോചിക്കുക, ആരെങ്കിലും ഇതിന് നിൽക്കുമോ? ഇതിപ്പോൾ ഇന്ന് വേറെ രീതിയിൽ നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എല്ലാം കൊണ്ടുപോയി എനിക്ക് അതിനകത്തുനിന്ന് ഒന്നും തരുന്നുമില്ല എന്നാൽ അവർ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കുമ്പം അവിടെ ഒരു റെവല്യൂഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഇല്ലേ?
അന്ന് എന്തുകൊണ്ട് റവല്യൂഷൻ നടന്നില്ല? അതിൻ്റെ മാർക്സിന്റെ എക്സ്പ്ലനേഷൻ റിലീജിയൻ ആണ്. അന്ന് ഈ സെർഫുകളെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത് എന്താണ്? ഈ ഒരു ഓർഡർ ദാറ്റ് സെർഫുകൾ എന്നും ലോർഡ്സിന്റെ അടിമകളെ പോലെ, അടിമകളല്ല പക്ഷെ അതുപോലെ അവരുടെ ലാൻഡിൽ വർക്ക് ചെയ്യണമെന്നും ഒരിക്കലും ആ ലോർഡിന്റെ ലാൻഡിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല എന്നും വർക്ക് ചെയ്യുന്നത് ഉണ്ടാക്കുന്ന ഔട്ട്പുട്ടിന്റെ മൊത്തം ആർക്ക് കൊടുക്കണം? ലോർഡിന് കൊടുക്കണം എന്നുള്ളത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഡിക്റ്റേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. They believe that this is the order created by the God which human beings cannot alter. ഞാൻ ഒരു സെർഫായി ജനിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം വിചാരിച്ചു ഞാൻ സെർഫ് ആവണം. അപ്പം ദൈവമായിട്ട് എനിക്ക് തന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്താണ്? ആ ലോർഡിന്റെ ലാൻഡിൽ പണിയെടുക്കുക. അപ്പൊ ആരെങ്കിലും കുറ്റം പറയോ? ഇല്ല. അതെ, ഡിവൈൻ ഒറിജിൻ ഓഫ് കിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഇന്ത്യയിലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഈ രാജാക്കന്മാർ അവരുടെ പ്രജകളുടെ അടുത്ത് നിന്ന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി എപ്പോഴും പറയുന്ന സാധനം എന്താണെന്നറിയോ? അല്ലേ? അതാണ് കൊറോണേഷൻ എന്നൊക്കെ പറയുന്ന സെറിമണിയൊക്കെ നടക്കും. എന്താ സംഭവം? ഡിവൈൻ ഒറിജിൻ ആണ്. ദൈവമാണ് ഇന്ന ആള് രാജാവാണെന്ന് തീരുമാനിച്ചത്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന ആരെങ്കിലും എതിർക്കാൻ പാടുണ്ടോ? അപ്പൊ എത്ര കൊള്ളരുതാത്ത ഒരാളായാലും നാട്ടുകാർ എന്ത് ചെയ്തോളും? അംഗീകരിച്ചോളും. അയ്യോ, അങ്ങനെ പറയല്ലേ. പേരുകളില്ലെങ്കിലും ക്യാമറ ഒക്കെ ഉണ്ട് മോളെ. അപ്പൊ ആ പറയൂ. പിന്നെ ആണാണ്. ഈ പറയുന്ന റിലീജിയൻ ആരുണ്ടാക്കിയതാണ് എന്നാണ് നമ്മൾ സോഷ്യോളജിക്കലി പറയുന്നത്. മെയിലല്ലേ ഉണ്ടാക്കുന്നേ? അപ്പൊ മെയിലിന് ഇഷ്ടമുള്ള പോലെയല്ലേ എഴുതുള്ളൂ. അപ്പൊ അതുകൊണ്ട് എഴുതിയപ്പം കുറച്ച് കൂടുതൽ മെയിൽ ഓറിയന്റഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ റിലീജിയനിലും ത്രൂ ഔട്ട് നമ്മൾ കാണാൻ പറ്റുന്ന ഒരു സംഭവം കൺട്രോളിങ് ഓഫ് സെക്ഷുവാലിറ്റി ഓഫ് വിമൻ ആണ്. അല്ലെ? വിമന്റെ മുകളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് പ്ലേസ് ചെയ്യും എല്ലാ റിലീജിയനിലും. ഇന്ന റിലീജിയൻ എന്നൊന്നുമില്ല, എല്ലാ റിലീജിയനിലും പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എഗെയിൻ ഈ റിലീജിയസ് സിസ്റ്റംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ഒരു മെയിലിന്റെ കൺവീനിയൻസിന് വേണ്ടി ആയതുകൊണ്ടാണ്. മനസ്സിലായോ? അതിൻ്റെ ഒരു കാര്യമുണ്ട്. പിന്നെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലും അതും ഒരു റീസൺ ആണ്. അത് മാർക്സിയൻ വ്യൂവിൽ അതാണ്. ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. ഈ ഒരു ഐഡിയ മനസ്സിലായോ? ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് എല്ലാവർക്കും ക്ലിയർ ആണോ? മാർക്സിന്റെ ഐഡിയാസ് മനസ്സിലായില്ലേ? മാർക്സ് പറയുന്നത് എന്താണ്? സൊസൈറ്റീനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? എക്കണോമിക് ബേസ് സ്ട്രക്ചർ ആണ്. അതാണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്? സൂപ്പർ സ്ട്രക്ചർ കൺട്രോൾ ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കുന്നു? ബേസ് ആരാണോ കൺട്രോൾ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഹാവ്സ്, അവർക്ക് ഹാവ് നോട്ട്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നു. ആ എക്സ്പ്ലോയിറ്റേഷൻ ഹാവ് നോട്ട്സിന് മനസ്സിലാക്കാതിരിക്കാൻ അവരുടെ കയ്യിൽ കുറേ ടൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റിലീജിയൻ. അതുവഴി ഫോൾസ് കോൺഷ്യസ്നസ് സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, സബ്ജക്റ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. കാരണം സൊസൈറ്റി വൈഡ് ആയിട്ടുള്ള ഫോൾസ് കോൺഷ്യസ്നസ് ഉണ്ടാവും. അത് ഓരോ ആള് സബ്ജക്റ്റീവ്ലി അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി ചിലപ്പോൾ മാറാം. അവിടെയൊക്കെ വേരിയേഷൻസ് ഉണ്ടാവാം. പക്ഷെ ഇൻ ജനറൽ ഈ ഒരു ഫോൾസ് കോൺഷ്യസ്നസ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അവിടെ എന്തായിരുന്നു നമ്മൾ സംസാരിച്ചു വന്ന കാര്യം? മറ്റേ പാട്രിയാർക്കിയുടെ കാര്യം. ബേസിക്കലി വാട്ട് ഹാപ്പൻഡ് ഇസ്, ഈ സെക്ഷുവാലിറ്റി കൺട്രോൾ ചെയ്യാൻ നമ്മൾ പറയുന്നുണ്ടല്ലോ, കൺട്രോളിങ് ഓഫ് സെക്ഷുവാലിറ്റി ഓഫ് വിമൻ. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റിലീജിയനും വിമൻ എന്ത് വസ്ത്രം ധരിക്കണം, അല്ലെ? വിമൻ മറ്റ് ആളുകളുമായിട്ട് എസ്പെഷ്യലി മെയിലുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് മാക്സിമം ലിമിറ്റ് ചെയ്യാറുണ്ട്. ട്രഡീഷണൽ റിലീജിയസ് ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. റൈറ്റ്? ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ടു എൻഷുർ ദാറ്റ് വിമന്റെ ചേസ്റ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. എന്തിനാണ് വിമന്റെ ചേസ്റ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്തിനാണ്? അപ്പം ഈ വിമന്റെ ചാസ്റ്റിറ്റിയും അതേപോലെ ഈ പറയുന്ന പ്രോപ്പർട്ടി, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ഈ കാര്യങ്ങളും തമ്മിൽ എന്തുണ്ട്? റിലേഷൻ ഉണ്ട്. ഐഡിയ മനസ്സിലായില്ലേ? കാരണം ഇഫ് ദേ കനോട്ട് കൺട്രോൾ സെക്ഷുവാലിറ്റി ഓഫ് വിമൻ, വാട്ട് വിൽ ഹാപ്പൻ? അവർക്ക് ദേ കനോട്ട് എൻഷുർ ദ ലെജിറ്റിമസി ഓഫ് ചിൽഡ്രൻ ബോൺ ഔട്ട് ഓഫ് ദാറ്റ് മാരേജ്. ആസ് എ റിസൾട്ട് അവരുടെ പ്രോപ്പർട്ടി അവരുടേതല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം? പോയേക്കാം. ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വിമന്റെ ഇന്ററാക്ഷൻ വിത്ത് അതർ മെയിൽ എന്ത് ചെയ്യണം? കുറക്കണം. അതെങ്ങനെ കുറക്കാൻ പറ്റും? അതിലാണ് വസ്ത്രത്തിൽ കുറേ അധികം കേർട്ടൻസ് വരുന്നത്.
അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നതിൽ കുറേ റെസ്ട്രിക്ഷൻസ് അല്ലേ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ മാർക്സിയൻ ലെൻസിലൂടെ നോക്കുവാണെങ്കിൽ മെയിലിന് പ്രോപ്പർട്ടി ഉണ്ട്, മെയിലിന് ആ പ്രോപ്പർട്ടി അവരുടേതായ കുട്ടികൾക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. ഓക്കെ, അത് എൻഷുർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ജാരസന്തതികൾ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് അൾട്ടിമേറ്റ്ലി മൊത്തത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ സിസ്റ്റംസ് കൊണ്ടുവരാൻ കാരണം. മനസ്സിലായല്ലോ? ഇതൊക്കെ ഓരോ സോഷ്യൽ സെറ്റിങ്ങിനനുസരിച്ച് ഇപ്പം ഇന്നത്തെ കാലത്ത് അതിലൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം ആരുടെയും കയ്യിലൊന്നുമില്ല. നമ്മൾ പിന്നെ എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ട ആവശ്യം? ഓക്കെ, അപ്പം ആ ആ പറഞ്ഞോ. ആ ആ ആ ആ ഓ ഞാനാണോ? ഓക്കെ. ആ ആ ആ ആ ആ ആ പ്രാർത്ഥിക്കുമ്പോൾ ആ ആ ആ ആ ആ പറയാൻ പറ്റില്ല, രണ്ടും ആവാം. അതെ, മാറ്റും. ശരിക്കും പറഞ്ഞാൽ റിലീജിയൻ മൊത്തത്തിൽ ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിലുള്ള റെവല്യൂഷണറി സ്പിരിറ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാർക്സിസം അത് വേണ്ടാന്ന് പറയുന്നതിൻ്റെ റീസൺ. ശരിയാണ്, കാരണം ഇങ്ങനെ. പക്ഷെ അതിന് വേറൊരു ആംഗിൾ ഉണ്ട്. നമ്മളിനിപ്പോൾ സോഷ്യോളജി പഠിക്കാണല്ലോ, ഒരു ഫങ്ഷണലിസ്റ്റുകളുടെ ആംഗിൾ നമ്മൾ ചിന്തിച്ച് നോക്ക്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇവിടെ പ്രത്യേകിച്ച് വലിയ കോൺഫ്ലിക്റ്റ് ഇല്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഒരു അരമണിക്കൂറും കൂടി കാത്തുനിന്നാൽ മതി, പാവം പുള്ളീനെ വെറുതെ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിച്ചു, നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട് ആ തോട്ട് ആ സമയത്ത് വന്നായിരുന്നെങ്കിൽ നമ്മൾ ആരെടുത്തും ഒന്നിനും എതിർത്ത് പറയില്ല. അപ്പൊ ഈ സമൂഹത്തിൽ മൊത്തം ഒരു സമാധാനം ഉണ്ടാവില്ലേ? അല്ലേ? അപ്പൊ ഒരു ഫങ്ഷണലിസ്റ്റ് വ്യൂ പോയിന്റിൽ ചിന്തിക്കുമ്പോൾ അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. ഒരു മാർക്സിസ്റ്റ് വ്യൂ പോയിന്റിൽ ചിന്തിക്കുമ്പോൾ അത് വേറെ ആംഗിളിലാണ്. പിന്നെ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ആംഗിൾ എനിക്കറിയില്ല. അത് നിങ്ങൾ മനസ്സിലായല്ലോ, ഓരോ ആളും തീരുമാനിക്കേണ്ട. എനിക്കെന്തായാലും ഇല്ല. അപ്പോൾ ബാക്കി നിങ്ങളുടെ തീരുമാനമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം. സംഭവം സെറ്റാണല്ലോ. പിന്നെ ഞാനിപ്പം പറഞ്ഞല്ലോ, എനിക്കും ഈ പറയുന്ന ദൈവമില്ല എന്ന് പറയുന്നൊരു സംഭവം അത് ഞാനായിട്ട് തീരുമാനിച്ചല്ല. അതാണ് അതിൻ്റെ വേറൊരു സംഭവം. എൻ്റെ ഫാദർ അത്രയധികം റിലീജിയസേ അല്ല, ഒരു പരിധി വരെ ഒരു മൂത്ത എത്തീസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളി നമ്മളെ ചെറുപ്പം തൊട്ടിട്ട് ഇങ്ങനെയുള്ള റിലീജിയസ് കാര്യങ്ങളിലൊന്നും ഇടപെടിക്കാറില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു. അപ്പം അതും എൻ്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടാണ്. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഒരിക്കലും ഇങ്ങനെയുള്ള റിലീജിയസ് കാര്യങ്ങളിൽ എൻ്റെ വീട്ടിൽ നിന്ന് യാതൊരു രീതിയിലുള്ള എന്തും തന്നിട്ടില്ല, ഒരു സോഷ്യലൈസേഷൻ കാര്യം. എൻ്റെ ഉമ്മ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേയൊക്കെ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും എൻ്റെ ഫാദർ അത് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പം എല്ലാം സോഷ്യലൈസേഷനാണ്. ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായല്ലോ? അപ്പം ഇനി നമുക്ക് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 8 മണിയായോ? ഓക്കെ. അപ്പം ഇനി ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവും ഇൻ്റർപ്രിറ്റേറ്റീവ് പെർസ്പെക്റ്റീവും നാളെ ഡിസ്കസ് ചെയ്യാം. ഞാനും വിചാരിക്കും നിങ്ങളൊക്കെ അസ്വസ്ഥരാകുന്നു, എന്താണ് റീസൺ? ഓക്കെ. അപ്പം ബാക്കി രണ്ടും നാളെ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പെർസ്പെക്റ്റീവ്സിൻ്റെ വ്യൂസ് ഓൺ ഫാമിലിയിലേക്ക് പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ആ അതെ അതെ ആണ്. യെസ് യെസ്, അതാണ് ഉറപ്പായിട്ടും. ബേസിക്കലി എക്കാലത്തും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ റിലീജിയനെ പലരും പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഏർലിയർ അതാണ് ഡെഫിനറ്റ്ലി ആണ്, അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ടൂൾ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതെ അതെ, കറക്റ്റ്.
അത് പൊളിറ്റിക്കൽ പവറിന് ഹെൽപ്പ് ചെയ്യും. അതിന് വേരിയസ് ആസ്പെക്ട്സ് ഉണ്ട്. അത് ഓക്കെ. വേറെ ആയിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വീട്ടിൽ ഓടാൻ ഡൗട്ടൊന്നും ഇല്ലാത്തവർക്ക് പോവാം. ഓക്കെ. ഓൺലൈനിൽ ആയിരിക്കും ഡൗട്ട് ഉണ്ടോ? എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു.